നമസ്കാരം. മിനിസ്റ്റർ ഓൺ എ മിഷന്റെ മറ്റൊരു ലക്കത്തിലേക്ക് കൂടി എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മിനിസ്റ്റർ ഓൺ എ മിഷൻ മന്ത്രിക്ക് ഒരു ദൗത്യം ഉണ്ടായിരിക്കണം. ആ ദൗത്യം പൗരസമൂഹത്തിലെ പ്രമുഖരുമായി കൂടി ചർച്ച ചെയ്ത് അതിൻ്റെ ഊന്നലുകൾ തീരുമാനിക്കണം. ആ ദൗത്യം ഇടയ്ക്കിടയ്ക്ക് പുനരവലോകനം ചെയ്യപ്പെടണം. അങ്ങനെ ഒരു സന്ദേശവുമായി ഈ പരിപാടി എല്ലാ മന്ത്രിമാരെയും പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുകയാണ് മലയാള മാധ്യമ ചരിത്രത്തിൽ ആദ്യമായി. അതിൻ്റെ മറ്റൊരു എപ്പിസോഡിനു കൂടി ഇവിടെ ആരംഭം കുറിക്കുകയാണ്. ഇന്നത്തെ അതിഥിയായി ഇവിടെ എത്തിയിരിക്കുന്നത് മന്ത്രി കെ ശൈലജ ടീച്ചറാണ്. കെ ശൈലജ ടീച്ചറായ ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും പോരാട്ട വഴികളിൽ തളരാത്ത പെൺകരുത്ത്, വനിതകളുടെ പ്രശ്നങ്ങൾ ഉയർത്തിയുള്ള സമരങ്ങളിൽ മുന്നണി പോരാളി, ആദർശങ്ങളിൽ അടിയുറച്ച് സമൂഹത്തിന് എന്നും വഴികാട്ടിയാകുന്ന അധ്യാപിക കെ ശൈലജ, ആരോഗ്യ സാമൂഹിക ക്ഷേമ മന്ത്രി. മട്ടന്നൂർ പഴശ്ശിയിലെ കുഞ്ഞന്റെയും കെ ശാന്തയുടെയും മകളായ ശൈലജ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിലൂടെയാണ് പൊതുരംഗത്തേക്ക് എത്തിയത്. ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗമായും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായും പ്രവർത്തിച്ചു. ശിവപുരം സ്കൂൾ അധ്യാപിക ആയിരിക്കെ മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തനത്തിനു വേണ്ടി സ്വയം വിരമിച്ചു. CPIM കേന്ദ്ര കമ്മിറ്റി അംഗവും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറിയുമാണ്. 1996 കൂത്തുപറമ്പിൽ നിന്ന് വൻ ഭൂരിപക്ഷത്തിൽ നിയമസഭയിലെത്തി. 2006 പേരാവൂരിൽ നിന്ന് വീണ്ടും സഭയിൽ. ഗ്രാമീണ സ്ത്രീകളുടെ ദുരിതങ്ങൾക്കൊപ്പം എക്കാലവും സഞ്ചരിക്കുകയും നിരന്തരം പ്രശ്നങ്ങളിൽ ഇടപെടുകയും ചെയ്തു. തൊഴിലിടങ്ങളിലും പൊതുസ്ഥലത്തും വീടുകളിലും സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിച്ചു. നിയമസഭയ്ക്കകത്തും പുറത്തും ഇരകൾക്കു വേണ്ടി എന്നും വേറിട്ട ശബ്ദമാണ് ഈ അധ്യാപികയുടേത്. നിയമസഭാ സമിതി അംഗമായും സാമൂഹ്യക്ഷേമ ബോർഡ് അംഗമായും പ്രവർത്തിച്ചു. സ്ത്രീ ശബ്ദം മാസികയുടെ പത്രാധിപരാണ്. ആരോഗ്യ സാമൂഹ്യക്ഷേമ രംഗത്ത് കേരളം മുന്നേറിയെങ്കിലും ഇനിയും താണ്ടാൻ ദൂരമേറെ. കേരളം ഈ അധ്യാപികയിലൂടെ പ്രതീക്ഷിക്കുന്നത് ആരോഗ്യമുള്ള നല്ല നാളുകളാണ്. മന്ത്രി കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളുമായി ബന്ധപ്പെട്ട അതിഥികളെയാണ് ഞങ്ങൾ ഈ പരിപാടിയിൽ പങ്കെടുപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. മന്ത്രി കെ ശൈലജ ടീച്ചറുമായി സംസാരിക്കുന്നതിന് വേണ്ടിയും പ്രമുഖരായ അതിഥികൾ എത്തിയിട്ടുണ്ട്. ആരോഗ്യവകുപ്പും സാമൂഹ്യക്ഷേമ വകുപ്പുമാണ് ശൈലജ ടീച്ചർ കൈകാര്യം ചെയ്യുന്നത്. ഈ വകുപ്പുകളെക്കുറിച്ച് അധികാരമേറ്റ് ഈ ദിവസങ്ങൾക്കകം താൻ എന്തു മനസ്സിലാക്കി, ഈ വകുപ്പുകളിൽ താൻ എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, ഉടനെ എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, തൻ്റെ ഈ ഭരണകാലത്ത് മൊത്തം സമയമെടുത്ത് എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, ശൈലജ ടീച്ചർ തൻ്റെ സ്വപ്നങ്ങൾ പങ്കുവെക്കുന്നു. ആരോഗ്യവകുപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ മോഡേൺ മെഡിസിൻ ഉണ്ട്, അതുപോലെ തന്നെ ആയുഷ് എന്ന് പറയുന്ന ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയുണ്ട്. അതിനകത്ത് ആയുർവേദം, ഹോമിയോ, യുനാനി, സിദ്ധ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൂടി, നാച്ചുറോപ്പതി അടക്കം ഉൾപ്പെടുന്ന ഒരു വകുപ്പാണത്. അപ്പോൾ വളരെ വളരെ വിശാലമായിട്ടുള്ളൊരു ലോകമാണത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ സാമൂഹ്യ നീതി, അത് ജനങ്ങൾക്ക് നേരിട്ട്, ദുർബല വിഭാഗങ്ങൾക്ക് നേരിട്ട് സാമൂഹിക സുരക്ഷിതത്വവും നീതിയും എത്തിച്ചു കൊടുക്കാൻ ബാധ്യതപ്പെട്ടിട്ടുള്ളൊരു വകുപ്പാണ്. ഇത് ജനങ്ങളുമായിട്ട് നേരിട്ട് സംവദിക്കുന്ന വിഭാഗങ്ങളാണ് ഇത് രണ്ടും എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്നതാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും ജനങ്ങളുടെ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കുകയും അതിലിടപെടുകയും ചെയ്യുക എന്ന ഭാരിച്ച ഉത്തരവാദിത്തമായിട്ടാണ് ഈ വകുപ്പിന് കീഴിൽ വരുന്നത്. ഒരേ സമയത്ത് തന്നെ നല്ല മാനസിക സമ്മർദ്ദവും നല്ല പ്രയാസവും അതേ സമയത്ത് എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ സാധിച്ചാലുള്ള വലിയ സംതൃപ്തിയും അനുഭവപ്പെടുന്ന ഒരു വകുപ്പാണ് ആരോഗ്യ വകുപ്പ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ വകുപ്പിനകത്ത് വലിയ ഉത്തരവാദിത്തമാണ് നിർവഹിക്കാനുള്ളത് എന്നാണ് എനിക്ക് ആദ്യത്തെ നോട്ടത്തിൽ തന്നെ മനസ്സിലായത്. ഇതിൽ ജനകീയ ആരോഗ്യ നയം, അതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മാനിഫെസ്റ്റോവിനകത്ത് ആരോഗ്യ വകുപ്പിനകത്ത് എന്തൊക്കെ ചെയ്യണം 5 വർഷക്കാലം കൊണ്ട് എന്നുള്ളത് വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട്. ആ മാനിഫെസ്റ്റോ തയ്യാറാക്കിയത് ഞങ്ങളെല്ലാം ചർച്ച ചെയ്തിട്ടാണ്. മാനിഫെസ്റ്റോ തയ്യാറാക്കാൻ ചർച്ച നടത്തുമ്പോൾ ഞാനിങ്ങനെ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വരുമെന്ന് ഞാൻ കരുതിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആഗ്രഹമുള്ള എല്ലാ കാര്യങ്ങളും മാനിഫെസ്റ്റോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞിരുന്നു. അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മാനിഫെസ്റ്റോ തയ്യാറായത്. ഇപ്പോൾ അത് നടപ്പാക്കേണ്ടുന്ന ഉത്തരവാദിത്തമാണ് എൻ്റെ അടുത്തുള്ളത് എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. ജനകീയ ആരോഗ്യ നയം എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് സമൂഹത്തിലെ മഹാഭൂരിപക്ഷം ആളുകൾക്കും അല്ല എല്ലാ പൗരന്മാർക്കും മാനസികവും ശാരീരികവുമായിട്ടുള്ള ആരോഗ്യം പ്രദാനം ചെയ്യാൻ ഈ വകുപ്പിന് സാധിക്കണമെന്നാണ്.
അതിനാവശ്യമായിട്ടുള്ള പദ്ധതികൾ ഉണ്ടാകണം. അതിന് എതിരായിട്ട് വരുന്ന പ്രതിബന്ധങ്ങൾ ഇല്ലാതാക്കുന്നതിനുള്ള പരിശ്രമം നടത്തണം. അതിൻ്റെ ഒരു ഭഗീരഥ പ്രയത്നമാണ് 5 വർഷക്കാലം നടത്തേണ്ടത്. നമ്മുടെ നാട്ടിൽ സാധാരണ എല്ലാ മേഖലയിലും ഉണ്ടായിട്ടുള്ളതുപോലെ സ്വകാര്യ മേഖലയിലുള്ള സംരംഭങ്ങളടക്കം വളരെ വ്യാപകമായ ആരോഗ്യ മേഖലയിലുണ്ട്. ഗവൺമെൻറ് സംവിധാനങ്ങളും ഉണ്ട്. ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വം എല്ലാ പൗരന്മാർക്കും അവർക്ക് താങ്ങാനാകുന്ന ചെലവിൽ ചികിത്സ എത്തിക്കുക എന്നുള്ളതാണ്. മാത്രമല്ല അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളെ നേരിട്ട് അഡ്രസ്സ് ചെയ്യുകയും അത് പരിഹരിക്കാനുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. സ്വകാര്യ മേഖലയെ പൂർണ്ണമായിട്ട് നമുക്ക് തള്ളിക്കളയാൻ സാധിക്കാത്ത വിധം വ്യാപകമായിട്ടുണ്ട്. എന്നാൽ സ്വകാര്യ മേഖലയിലെ ചൂഷണം അവസാനിപ്പിക്കാൻ നടപടി സ്വീകരിച്ചേ മതിയാവുകയുള്ളൂ. ആ ചൂഷണം അവസാനിപ്പിക്കണമെങ്കിൽ സർക്കാർ മേഖലയിൽ, പൊതുമേഖലയിൽ ജനങ്ങൾക്കാവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കി കൊടുത്തുകൊണ്ട് ജനങ്ങളെ അങ്ങോട്ട് ആകർഷിക്കുകയാണ് വേണ്ടത് എന്നുള്ളതാണ് ഒന്നാമത്തെ നടപടിയായിട്ട് കരുതുന്നത്. അതുകൊണ്ട് സർക്കാർ സംരംഭങ്ങളെ ജനകീയമാക്കിക്കൊണ്ട് സൗകര്യപ്രദമാക്കിക്കൊണ്ട് ജനങ്ങളെ അവിടേക്ക് പ്രവഹിപ്പിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഉത്തരവാദിത്തമായിട്ട് ആരോഗ്യവകുപ്പ് ഏറ്റെടുക്കുന്നത്. അതിന് ഒരുപാട് ബൃഹത് പദ്ധതികൾ ആവശ്യമാണ്. ഈ മേഖലയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കാരണം വലിയ പരിഷ്കാരങ്ങൾ ആവശ്യമായിട്ടുള്ള മേഖലയാണ്. ഇവിടെ ആശുപത്രികളുടെ നവീകരണം ആവശ്യമാണ്. ധാരാളം ഡോക്ടർമാരുടെ സേവനം ഈ മേഖലയിൽ ആവശ്യമാണ്. സ്റ്റാഫ് സ്ട്രെങ്ത്ത്, അതുപോലെ തന്നെ സ്റ്റാഫ് പാറ്റേൺ അത് വളരെ പഴക്കം ചെന്നതാണ്. ആധുനിക കാലഘട്ടത്തിലെ ആവശ്യകതകൾ നേരിടാൻ പര്യാപ്തമായ വിധത്തിലുള്ള സ്റ്റാഫ് പാറ്റേൺ അല്ല നമ്മുടെ കേരളത്തിലെ ആശുപത്രികളിൽ ഉള്ളത്. അതുകൊണ്ട് അതൊക്കെ പരിഷ്കരിക്കുക എന്നുള്ളത് വലിയൊരു പരിശ്രമമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. ഒരു വലിയ കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ എല്ലാം അഭിപ്രായ പ്രകടനത്തിൻ്റെ ഭാഗമായിട്ട് കടക്കാം. അതുകൊണ്ട് ഒന്നാമതായിട്ട് പറയുന്നത് കേരളത്തിലെ സർക്കാർ ആശുപത്രികളെ ജനകീയ ആശുപത്രികളായിട്ട് മാറ്റുക എന്നുള്ളതാണ് ഈ ഗവൺമെൻറ്റിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം എന്നുള്ളതാണ്. രണ്ടാമത് സാമൂഹ്യ നീതി വകുപ്പാണ്. ആ വകുപ്പിന് കീഴിൽ വരുന്നത് സ്ത്രീകൾ, കുട്ടികൾ, അതുപോലെ തന്നെ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾ, അങ്ങനെ പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരുടെ ജീവിത പ്രശ്നങ്ങളും അവരുടെ സാമൂഹ്യ നീതിയുമാണ് ആ മേഖലയിൽ വരുന്നത്. ഒരുപാട് സംരംഭങ്ങളുണ്ട്. ഓരോ ഗവൺമെൻറ് വരുന്ന സമയത്ത് ഓരോ പദ്ധതികളെല്ലാം പ്രഖ്യാപിക്കുന്നുണ്ട്. അതെല്ലാം തന്നെ സാധാരണക്കാരിലേക്ക് എത്തുന്നുണ്ടോ, അവർക്ക് പൂർണ്ണമായിട്ടും സാമൂഹ്യ നീതി ഉറപ്പുവരുന്നുണ്ടോ എന്നുള്ളതാണ്. കേരളം ഒരുപാട് മാറിയിട്ടുള്ള സംസ്ഥാനമാണ്. സാക്ഷരതയിലും ആരോഗ്യത്തിലും എല്ലാം പ്രതീക്ഷിത ആയുസ്സിലെല്ലാം വളരെ മുന്നോട്ട് പോക്കുണ്ടായിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴും പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങളുടെ ഭരണഘടനാദത്തമായിട്ടുള്ള അവകാശം പോലും അവർക്ക് സാധ്യതമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ആദിവാസി മേഖലയുണ്ട്, അതുപോലെ തന്നെ കടലോര മേഖലയിലെ പാവപ്പെട്ട മനുഷ്യരുടെ അവസ്ഥയുണ്ട്. 50% വരുന്ന സ്ത്രീകൾ ഇപ്പോഴും പിന്നോക്കാവസ്ഥയിലാണ്. അവരുടെ അവകാശങ്ങൾ എങ്ങനെയാണ് സാധിച്ചു കൊടുക്കുക? സാമൂഹ്യനീതി വകുപ്പുമായി ബന്ധപ്പെടുമ്പോൾ വലിയ പ്രശ്നങ്ങളാണ് നേരിടേണ്ടതായിട്ട് വരുന്നത്. അത് പരിഹരിക്കാനുള്ള പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകേണ്ടതായിട്ട് വരുന്നുണ്ട്. ആരോഗ്യത്തിൻ്റെ കൂടെ അതിനോട് കൂടി ചേരുന്ന ഒന്നാണ് പരിസ്ഥിതി മലിനീകരണ പ്രശ്നങ്ങൾ, പരിസ്ഥിതി മലിനീകരണം ഒഴിവാക്കാനുള്ള പ്രശ്നങ്ങൾ, അതുപോലെ ഭക്ഷ്യ സുരക്ഷ ഉറപ്പാക്കാനുള്ള പ്രശ്നങ്ങൾ എന്ന് നന്നായിട്ട് നമുക്കറിയാം. അതുകൊണ്ട് ആ വകുപ്പിനകത്ത് മാലിന്യ നിർമ്മാർജ്ജനം, അതുപോലെ പരിസ്ഥിതി മലിനീകരണം പൂർണ്ണമായിട്ട് ഒഴിവാക്കാനുള്ള നടപടികൾ, ഇതൊക്കെയാണ്. ഇത് ആരോഗ്യവുമായിട്ട് ചേർന്ന് പോകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ മേഖലയിലും കുറേ കാര്യങ്ങൾ പ്രായോഗികമായിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. പണത്തിൻ്റെ ബുദ്ധിമുട്ട് വരും ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ. അതെന്നെ വല്ലാതെ അലട്ടിയിരുന്നു. എങ്ങനെയാണ് ഈ ആശുപത്രികളെല്ലാം ഒന്ന് നന്നാക്കുക, എങ്ങനെയാണ് ഇത്രയധികം ഡോക്ടർമാരെ ആശുപത്രികളെല്ലാം എത്തിക്കുക? മഹാഭാഗ്യത്തിന് കേരളത്തിലെ ഗവൺമെൻറ്, ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കം ഇടപെട്ടുകൊണ്ട് ആരോഗ്യ മേഖലയെ നന്നായിട്ട് ശ്രദ്ധിക്കണം, വിദ്യാഭ്യാസ മേഖലയെയും എന്ന തീരുമാനം എടുത്തതിൻ്റെ ഫലമായിട്ടാണ് മാന്യവിരുദ്ധ പാക്കേജിൽ ആരോഗ്യത്തിനും വിദ്യാഭ്യാസത്തിനും പ്രത്യേക ഇടം നൽകിയത്. ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി അവതരിപ്പിച്ച ബഡ്ജറ്റ് സ്വപ്നലോകത്തെ ബഡ്ജറ്റാണെന്നൊക്കെ പ്രതിപക്ഷം പറഞ്ഞു. പക്ഷേ സ്വപ്നങ്ങളാണ് നമ്മെ എല്ലാ തലത്തിലേക്കും എത്തിക്കുന്നത്. പ്രായോഗികത സ്വപ്നത്തിലൂടെയാണ് വരുന്നത്. അത് ബഹുമാനപ്പെട്ട തോമസ് ഐസക്ക് നിയമസഭയിൽ പറഞ്ഞു. വലിയ സ്വപ്നങ്ങൾ കാണുക, എന്നിട്ട് അതിൽ കുറേ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. അത് നടക്കുമെന്നുള്ളതിൻ്റെ സൂചനയാണ് 1000 കോടി രൂപ ഗവൺമെൻറ് ആശുപത്രികളുടെ നവീകരണത്തിന് വേണ്ടി മാന്യവിരുദ്ധ പാക്കേജിൽ മാറ്റിവെക്കുന്നു. ശരിക്കും എൻ്റെ പേടി തീർന്നത് ആ പ്രഖ്യാപനം കേട്ടപ്പോഴാണ്. ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് 5 വർഷം കൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി ജനകീയ ആരോഗ്യ നയത്തിലൂന്നി അവരുടെ
മാനസികവും ശാരീരികവുമായ ആരോഗ്യം സുസ്ഥിരമാക്കാനുള്ള കുറേയേറെ കാര്യങ്ങൾ ചെയ്യണമെന്നാണ്. ഇനി ഇവിടെ ഇരിക്കുന്ന വിദഗ്ധരായ അതിഥികൾക്ക് സംസാരിക്കാനുള്ള അവസരമാണ്. അതിഥികളിലേക്ക് ഡോക്ടർ ശ്രീജിത്ത്. ടീച്ചർ വന്നപ്പോഴേ പറഞ്ഞിരുന്ന ഒരു ഹെൽത്ത് പോളിസി അല്ലെങ്കിൽ ആരോഗ്യ നയം പ്രഖ്യാപിക്കുമെന്ന്. എനിക്കറിയാം അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 2020-ലും 2035-ലും ഒക്കെ എന്തായിരിക്കണം നമ്മുടെ ലക്ഷ്യങ്ങൾ എന്ന വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. IMAക്ക് പറയാനുള്ളത് പ്രധാനമായും സർക്കാർ ശ്രദ്ധിക്കേണ്ടുന്ന മേഖല പ്രാഥമിക ആരോഗ്യമാണ് എന്നുള്ളതാണ്. പ്രാഥമിക ആരോഗ്യത്തിൽ കഴിഞ്ഞ 2 പതിറ്റാണ്ടിൽ വന്നിരിക്കുന്ന കുറവാണ് ഇന്ന് പല പകർച്ചവ്യാധികളും തിരിച്ചു വരാൻ ഇടയാക്കിയിരിക്കുന്നത്. ഇമ്മ്യൂണൈസേഷനിൽ പോലും നമ്മൾ പുറകോട്ട് പോയിരിക്കുന്നു. ഡിഫ്തീരിയ മരണങ്ങൾ വരെ ഉണ്ടാക്കിയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് പ്രാഥമിക ആരോഗ്യത്തിന് തീർച്ചയായിട്ടും മുൻകരുതൽ നൽകേണ്ടതുണ്ട്. 2, ശാസ്ത്രീയമായി വളരെ അവബോധമുള്ള ആളും വളരെയധികം ശാസ്ത്രീയമായി ചിന്തിക്കുന്ന ആളുമാണ് ശൈലജ ടീച്ചറിന് ഇതിനോടകമുള്ള നിരവധി പ്രവർത്തനങ്ങളിൽ നിന്ന് വ്യക്തമാണ്. അതുതന്നെയാണ് IMAക്ക് ആവശ്യപ്പെടാനുള്ളതും. മോഡേൺ മെഡിസിന് ശരിയായിട്ടുള്ള പ്രാതിനിധ്യം നൽകിക്കൊണ്ട് ഏറ്റവും ശാസ്ത്രീയമായിട്ടുള്ള മാർഗരേഖകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ ആരോഗ്യ നയം പ്രഖ്യാപിക്കേണ്ടതും ആരോഗ്യ നയം നടപ്പിലാക്കേണ്ടതും. അതിനകത്ത് ഡൈല്യൂഷൻ വരുന്നത് ഒരുപക്ഷെ ശരിയാകില്ല. ഒരു 2 ചെറിയ കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്താം. ഒന്ന്, സ്വകാര്യ മേഖലയെക്കുറിച്ച് നമ്മളിവിടെ പരാമർശിച്ചു. സ്വകാര്യ മേഖലയിൽ പലപ്പോഴും നമ്മൾ കാണുന്നത് വലിയ വൻകിട ആശുപത്രികളാണ്. എന്നാൽ നമ്മുടെ രാജ്യത്തെ, നമ്മുടെ നാട്ടിലെ ആരോഗ്യം പിടിച്ചു നിർത്തിക്കൊണ്ടിരുന്നത് കൊച്ചു ചെറിയ ആശുപത്രികളാണ്. ഒരു ഡോക്ടർ നടത്തുന്ന 1-man ക്ലിനിക്കുകളും കൊച്ചു ആശുപത്രികളുമാണ് നടത്തിക്കൊണ്ടിരുന്നത്. നിർഭാഗ്യവശാൽ കഴിഞ്ഞ ഒരു 10-15 വർഷം കൊണ്ട് 500-ലധികം അത്തരത്തിലുള്ള കൊച്ചു ആശുപത്രികൾ പൂട്ടിപ്പോയിരിക്കുന്നു. ഇന്ന് വലിയ ആശുപത്രികളുടെ ഒരു വലിയ കടന്നുകയറ്റം ഉണ്ടായപ്പോൾ 1-man ക്ലിനിക്കുകളും സ്വകാര്യ ആശുപത്രികളും കൊച്ചു ക്ലിനിക്കുകളും നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അത് നമുക്ക് തടയേണ്ടതുണ്ട്. അപ്പോൾ IMA മുന്നോട്ട് വെച്ചിരുന്ന ഒരു നിർദ്ദേശം ഈ ചെറിയ ആശുപത്രികളെ സംരക്ഷിക്കുവാനുള്ള എയ്ഡ് കൊടുക്കുകയോ അല്ലെങ്കിൽ അവർക്ക് മറ്റു തരത്തിലുള്ള സഹായങ്ങൾ കൊടുക്കുകയോ അല്ലെങ്കിൽ സ്റ്റാഫിന് അലോട്ട് ചെയ്യുകയോ ചെയ്തുകൊണ്ട് ഈ ചെറിയ ആശുപത്രികളുടെ സേവനം നിലനിർത്തണമെന്നാണ്. ടീച്ചറിൻ്റെ ശ്രദ്ധ അതിലേക്ക് പതിയണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഒരു കാര്യം കൂടി പറയാനുള്ളത് നമ്മുടെ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്റ്റാണ്. അത് വരുന്നതോടെ തീർച്ചയായിട്ടും നമുക്കൊരു സ്റ്റാൻഡർഡൈസേഷൻ ആവശ്യമുണ്ട്. പക്ഷേ അത് ചെറിയ ആശുപത്രികളെയും ചെറിയ ക്ലിനിക്കുകളെയും ചെറിയ സംരംഭകരെയും പ്രതികൂലമായി ബാധിക്കാത്ത രീതിയിലായിരിക്കണം കൊണ്ടുവരേണ്ടത് എന്നുകൂടി നമുക്ക് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഇതിൽ സമഗ്രമായിട്ടുള്ള ഒരു ജനകീയ ആരോഗ്യ നയം പ്രഖ്യാപിക്കണമെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചിട്ടുണ്ട്. ഞങ്ങളതിൻ്റെ അണിയറ പ്രവർത്തനം നടത്താൻ ഒരുങ്ങിക്കഴിഞ്ഞു. ആനുകാലികമായിട്ടുള്ള പ്രശ്നങ്ങളടക്കം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ആരോഗ്യ നയമാണ് നമുക്ക് തയ്യാറാക്കേണ്ടതായിട്ടുള്ളത്. ആരോഗ്യ നയം പലപ്പോഴായിട്ട് എഴുതി തയ്യാറാക്കപ്പെട്ടിട്ടുണ്ട് പല ഘട്ടത്തിലും. പക്ഷേ ഇന്നത്തെ ഏറ്റവും ഒടുവിലത്തെ പ്രശ്നങ്ങളടക്കം ഉൾക്കൊള്ളുന്ന ആരോഗ്യ നയമാണ് നമുക്ക് പ്രഖ്യാപിക്കേണ്ടത്. ആ ആരോഗ്യ നയത്തിൻ്റെ ഊന്നൽ സ്വാഭാവികമായിട്ടും പ്രാഥമിക തലത്തിലുള്ള ജനങ്ങളുടെ സൗകര്യം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ആരോഗ്യ നയം എഴുതി തയ്യാറാക്കുന്നതിന് മുന്നേ തന്നെ അതിൻ്റെ പ്രായോഗിക പ്രവർത്തനങ്ങളിലേക്ക് ഞങ്ങൾ കടന്നിട്ടുണ്ട്. നയപ്രഖ്യാപനം ഉണ്ടാവും, അത് തയ്യാറാക്കുകയാണ്. അതിൽ 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത്. അതിലൊന്ന് ഒരു ഹെൽത്ത് പ്രോജക്റ്റാണ്. അതായത് മുഴുവൻ പൗരന്മാരുടെയും ആരോഗ്യ സ്ഥിതി വിവരം ഇലക്ട്രോണിക്സ് മീഡിയയിൽ രേഖപ്പെടുത്തുക, ഒരു രജിസ്റ്റർ തയ്യാറാക്കുക. അതിന് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ എയ്ഡ് കൂടിയുണ്ട്. അത് ആ പണമടക്കം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളൊരു വലിയ പദ്ധതി മുന്നോട്ട് വെക്കുകയാണ്. അതിനാവശ്യമായിട്ടുള്ള സോഫ്റ്റ്വെയറൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 7 ജില്ലകളെ പ്രാഥമികമായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട് ആദ്യമായിട്ട്. അപ്പോൾ സബ് സെൻറ്റർ തലത്തിൽ പരിശീലിപ്പിക്കപ്പെട്ട വോളണ്ടിയേഴ്സിൻ്റെ കൂടി സഹായത്തോടു കൂടി മുഴുവൻ ആളുകളെയും അവരുടെ ആരോഗ്യ സ്ഥിതിവിവര കണക്കുകൾ ശേഖരിച്ചവരെ കണ്ട് ശേഖരിച്ച് ഈ ഹെൽത്ത് രജിസ്റ്റർ രേഖപ്പെടുത്തി വെക്കുക. അത് ആധുനിക ചികിത്സാ രംഗത്ത് വളരെ സഹായകമായിട്ടുള്ളൊരു കാര്യമാണ്. വളരെ പെട്ടെന്ന് ഇപ്പോൾ ഒരു ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ ഒരു പേഷ്യൻ്റ് അപകടത്തിൽപ്പെട്ട് എത്തിച്ചേരുന്നു. അയാൾ അതിന് തൊട്ട് മുമ്പ് എന്തെങ്കിലും മരുന്ന് കഴിച്ചിട്ടുണ്ടോ, അയാളുടെ ശാരീരിക സ്ഥിതി എന്താണ്, ബ്ലഡ് ഗ്രൂപ്പ് എന്താണ്, ഇത്യാദി കാര്യങ്ങൾ ഒരു വിരൽ സ്പർശത്തിലൂടെ നമുക്ക് പെട്ടെന്ന് കിട്ടുമെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എളുപ്പമായിട്ട് മാറും. ഇതിൽ ട്രീറ്റ്മെൻറ്റിൻ്റെ മാത്രമല്ല, ചില പ്രത്യേക പ്രദേശങ്ങൾ പകർച്ചവ്യാധിക്ക് വളരെ വൾണറബിളായിട്ടുള്ള പ്രദേശമാണ്. അതുകൂടി ഹെൽത്ത് രജിസ്റ്ററിൽ രേഖപ്പെടുത്താൻ കഴിയുന്ന രീതിയിലാണ് അതിൻ്റെ ക്വസ്റ്റനെയറൊക്കെ വരുന്നത്. അപ്പോൾ അതൊരു പൂർണ്ണമായിട്ട് വന്നാൽ ഒരുപക്ഷെ ഇന്ത്യയിൽ ആദ്യത്തെ സംസ്ഥാനമായിട്ട് മാറും നമ്മൾ ഇത്തരത്തിലുള്ള രജിസ്റ്റർ രേഖപ്പെടുത്തുന്നതിൻ്റെ. രണ്ടാമത്തെ ഘടകം നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെൻറ്ററിനെ ഫാമിലി ഹെൽത്ത് സെൻ്ററായിട്ട് മാറ്റുക എന്നുള്ളതാണ്. ഫാമിലി ഹെൽത്ത് സെൻ്റർ എന്ന ബോർഡ് വെച്ചതുകൊണ്ട് മാത്രം മാറില്ല. അത് എന്തായിരിക്കണം ഒരു ഫാമിലി ഹെൽത്ത് സെൻറ്റർ, അത് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങളെല്ലാം കൂടി ആലോചിച്ച് എന്താണ് ഉദ്ദേശിക്കുന്നത് ഒരു ഫാമിലി ഹെൽത്ത് സെൻ്റർ കൊണ്ട്. ഒരുപാട് അഭിപ്രായങ്ങൾ പലരും പറയുന്നുണ്ട്. ഇപ്പം MLA-മാരിലധികവും വരുന്നത് PHCയിൽ കിടത്തി ചികിത്സ വേണം. അത് എല്ലായിടത്തുള്ളൊരാഗ്രഹമാണ്. കാരണം ദൂരെ പോയിട്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യാൻ വയ്യ, വീട്ടിൻ്റെ അടുത്തുള്ള ആശുപത്രിയിൽ കിടത്തി ചികിത്സ വേണം.
അത് വേണ്ടവരില്ല. യഥാർത്ഥത്തിൽ ഈ പറയുന്ന പദ്ധതികളെല്ലാം നടപ്പിലാക്കാൻ സാധിച്ചാൽ PHCയിൽ കിടത്തി ചികിത്സ വേണ്ടവരില്ല എന്നാണ് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നുന്നത്. അതിന് പകരം ഫാമിലി ഹെൽത്ത് സെൻ്റർ എന്ന് പറയുന്നത് ആ ഹെൽത്ത് സെൻ്ററിൻ്റെ പരിധിയിലുള്ള എല്ലാ കുടുംബങ്ങളുടെയും എല്ലാ പൗരന്മാരുടെയും മാനസിക ശാരീരിക ആരോഗ്യ പ്രശ്നങ്ങൾ മുഴുവൻ അഡ്രസ്സ് ചെയ്യാൻ കഴിയുന്ന, ശ്രദ്ധിക്കാൻ കഴിയുന്ന ഒരു കേന്ദ്രമായിരിക്കണം. ഒരു സാധാരണ പനി പോലും ഡിഫ്തീരിയാണെന്നോ അല്ലെങ്കിൽ ഡെങ്കിപ്പനിയാണെന്നോ എലിപ്പനിയാണെന്നോ കരുതി മേലെയുള്ള ഹോസ്പിറ്റലിലേക്കുള്ള തിക്കും തിരക്കുമായിട്ട് വരേണ്ടതില്ല എന്ന് ഫാമിലി ഹെൽത്ത് സെൻ്റർ സജീവമാണെങ്കിൽ നമുക്ക് നോക്കാം. മാതൃകയായിട്ട് കുറച്ച് കേന്ദ്രങ്ങൾ തുടങ്ങാൻ വരും, എന്നിട്ട് വ്യാപിപ്പിക്കാൻ ശ്രമിക്കാമെന്നുള്ളതാണ്. ഒന്നതാണ്. അതിൻ്റെ രണ്ടാം ഘട്ടം ഈ സെക്കൻഡറി ആയിട്ടുള്ള മേഖല, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ, താലൂക്ക് ഹോസ്പിറ്റൽ, അവിടെയൊക്കെ എന്ത് വേണം, നല്ല ഒരു ധാരണ ഉണ്ടാവണം. ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ എന്ത് വേണം, വേണ്ടതേ പറയാവുള്ളൂ, വേണ്ടത് ചെയ്യണം. അതാണ് അവിടെയാണ് ഈ ബഡ്ജറ്റ് അനുഗ്രഹമാണെന്ന് എനിക്ക് തോന്നിയത്. ഇപ്പോൾ ധനകാര്യമന്ത്രി ബഡ്ജറ്റിൽ പറഞ്ഞത് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലുകളെല്ലാം നല്ല സൂപ്പർ സ്പെഷ്യാലിറ്റി, സൂപ്പർ എന്നുള്ള വാക്ക് ഉപയോഗിക്കണോ വേണ്ടോ എന്നൊക്കെ നോക്കാം, സ്പെഷ്യാലിറ്റി ആയിരിക്കണം എന്നുള്ളതാണ്. പക്ഷേ ഒരു ജില്ലാ ആശുപത്രിയിൽ ഒരുമാതിരി ഈ സ്പെഷ്യാലിറ്റി സൗകര്യമൊക്കെ വേണം. അവിടെ ഹാർട്ട് സംബന്ധമായ അസുഖത്തിന് ഒരു കാത്ത് ലാബ് ഉണ്ടായിരിക്കണം. ഞങ്ങളിപ്പം എല്ലാ ജില്ലാ ആശുപത്രികളിലും കാത്ത് ലാബ് ഉണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് തുടക്കത്തിൽ. അവിടെ നെഫ്രോളജി സംവിധാനം ഉണ്ടായിരിക്കണം, അവിടെ ഡയാലിസിസ് നടക്കണം. അങ്ങനെ അത് സ്പെഷ്യലൈസേഷൻ എന്തൊക്കെ ആവണം എന്നുള്ളത് തീരുമാനിച്ചു. ആ സൗകര്യം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ ഉണ്ടാവണം. ബോർഡ് വെച്ചാൽ പോരാ, അതിനാവശ്യമായ സ്പെഷ്യൽ ഡോക്ടർമാർ വേണം, എക്യുപ്മെൻറ്റ്സ് വേണം, എല്ലാം വേണം. അതുപോലെ തന്നെ എന്തായിരിക്കണം ഒരു താലൂക്ക് ഹോസ്പിറ്റൽ ഉണ്ടാവേണ്ടത്. എല്ലാ താലൂക്ക് ഹോസ്പിറ്റലുകളും ഡയാലിസിസ് യൂണിറ്റ് ഉണ്ടാക്കണം എന്ന് തീരുമാനം. ഞാൻ ഒരു ഉദാഹരണം മാത്രം പറയുന്നതാണ്. അങ്ങനെ ഡിഫൈൻ ചെയ്താൽ ഈ ആശുപത്രികളെ ഈ ഡെഫിനേഷൻ അനുസരിച്ച് നമുക്ക് ചിട്ടപ്പെടുത്താൻ സാധിച്ചാൽ മെഡിക്കൽ കോളേജിലേക്ക് പനി വന്നാൽ പോലും ഓടിപ്പോകുന്ന സംവിധാനം ആ അവസ്ഥ ഇല്ലാതാക്കാൻ സാധിക്കും. അപ്പോൾ ജനങ്ങൾക്ക് കുറച്ചും കൂടി ആക്സസിബിളായിട്ട് ഈ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങളെല്ലാം വരുമെന്നുള്ളതാണ്. അപ്പോൾ പ്രൈമറി സംവിധാനത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നു. ജില്ലാതലത്തിൽ ഒരുമാതിരി പ്രശ്നങ്ങളെല്ലാം അവർക്ക് ചെയ്യാൻ സാധിക്കുന്നു എന്ന് വരുമ്പം പൊതു ആശുപത്രികളോടുള്ള വിശ്വാസം ജനങ്ങൾക്ക് കൂടും. ഇതാണ് ഇപ്പോൾ ആരോഗ്യ മേഖലയിൽ ഒരു വലിയ മാറ്റം സംഭവിച്ചാലേ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കൂ എന്നുള്ളതാണ്. അതിനൊരു പരിശ്രമം നടത്തി നോക്കുക എന്നുള്ളതാണ് ഈ ആരോഗ്യ നയത്തിലും ഞങ്ങൾ ഊന്നിക്കൊണ്ട് പറയുന്നത്. ഈ ആരോഗ്യം എന്നുള്ളത് നമ്മൾ സംരക്ഷിക്കേണ്ട ഒരു അവസ്ഥയാണ് സത്യം പറഞ്ഞാൽ. അതിന് നമ്മുടെ ജീവിതശൈലി ഇതുമായിട്ട് കുറേ ബന്ധങ്ങളുണ്ട്. നമ്മൾ ഈ വിഷമുള്ള സാധനങ്ങളെല്ലാം കഴിച്ച് അസുഖം വന്ന് അതിൻ്റെ പിന്നിൽ ഓടുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ തടയിടേണ്ടത് നമുക്ക് നല്ല ഭക്ഷണം കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ്. ഇവിടെ കിട്ടുന്ന നമ്മളെല്ലാ പത്രത്തിലും എല്ലാ മാധ്യമങ്ങളും എല്ലാം പറയുന്നൊരു വിഷമാണ് കഴിക്കണമെന്ന്. അതിനെന്തുകൊണ്ട് നമുക്ക് ശക്തമായിട്ടൊരു ഇത് എടുത്തുകൂടാം? ഇപ്പോൾ ഞാനൊരു എക്സ്പോർട്ട് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ഇപ്പോൾ ദുബായിൽ നിന്ന് ഇന്നലെ വിളിച്ച് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ വഴുതനങ്ങ അയക്കാൻ പാടില്ല. അങ്ങനെ ഓരോ ഐറ്റം അവർ കട്ട് ചെയ്തുകൊണ്ടിരിക്കുക. കറിവേപ്പില അയക്കാൻ പാടില്ല. യൂറോപ്പിലാണെന്ന് വെച്ചാൽ ഒരു സമയത്ത് ഒരു അഫ്ലോടോക്സിൻ വെച്ചിട്ടുള്ള നമ്മുടെ ഇതുണ്ടല്ലോ, പീനട്ടൊന്നും അയക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു വിഷം അവിടെ കണ്ടു കഴിഞ്ഞാൽ അപ്പളെ കട്ട് ചെയ്യുകയാണ്. പക്ഷേ ഇവിടെ നമ്മൾ ഇതെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആദ്യമായിട്ട് ഭക്ഷണത്തിലൊരു ക്രമീകരണം വന്നാലല്ലേ നമുക്ക് ആരോഗ്യം ഉണ്ടാവുള്ളൂ. ഇത് ആരോഗ്യം പോയിട്ട് നമ്മൾ അതിൻ്റെ പിന്നിൽ ഓടുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതിനെന്തെങ്കിലും ഒരു വകുപ്പ് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും. നമ്മൾ കേരളത്തിൽ ഇപ്പം സാധാരണ പറയുന്ന രോഗാതുരത കൂടുതലാണ്, ജീവിതശൈലി രോഗങ്ങൾ. ഇത് രണ്ട് കാര്യങ്ങളാണ് നമ്മളെ അലട്ടുന്നത്. ജീവിതശൈലി രോഗങ്ങൾ ഈ ഭക്ഷണക്രമത്തിൻ്റെ കൂടി ഭാഗമായിട്ട് ഭക്ഷ്യജന്യ രോഗങ്ങളുണ്ട്, അതുപോലെ തന്നെ ജലജന്യ രോഗങ്ങൾ, ഇതൊക്കെ വരികയാണ്. അത് പരിസ്ഥിതി മലിനീകരണം, ഭക്ഷണത്തിലെ വിഷാംശം, ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ടതാണ്. അതിനെ നിയന്ത്രിക്കാൻ കർശനമായിട്ടുള്ള നടപടികൾ ആവശ്യമാണ്. ഞങ്ങൾ ആരോഗ്യവകുപ്പിൻ്റെ ചുമതല ഏറ്റെടുത്ത ഉടനെ തന്നെ കുറച്ച് കർശനമാക്കാൻ പുറപ്പെട്ടു. പരിശോധന കുറച്ച് കർശനമാക്കി ഭക്ഷ്യവസ്തുക്കളുടെ. ഇപ്പം ഇന്നലെ അസംബ്ലിയിൽ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു 3 മൊബൈൽ ലാബോറട്ടറികൾ ഭക്ഷ്യവസ്തുക്കളുടെ വിഷാംശം പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ്. അത് ഒന്ന് ഈ ഓണക്കാലത്ത് തന്നെ കൊണ്ടുവരുന്നു. ഹോട്ടലുകളുടെ പരിശീലനം കുറേ കർശനമാക്കി. ഇന്ന് ചെറുകിട ഹോട്ടൽ ഉടമകളുടെ ഒരു സംഘം എന്നെ കാണാൻ വന്നിരുന്നു. ഞങ്ങളുടെ കഞ്ഞുകൂടി മുട്ടിക്കരുത്, നിങ്ങൾ വലിയവരെ പരിശോധിക്കുന്നില്ല, ഞങ്ങളെയാണ് പരിശോധിക്കുന്നത്. അപ്പോൾ പരിശോധനയ്ക്ക് വലിപ്പച്ചെറുപ്പില്ലാതെ തന്നെ പരിശോധിക്കണം. ചിലപ്പോൾ അവർക്ക് ലൈസൻസ് കിട്ടാൻ തടസ്സം നേരിടുന്നു എന്നുള്ളതാണ്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ലൈസൻസ് വേണം. അവർക്ക് ലൈസൻസ് കൊടുത്തേ മതിയാവുള്ളൂ. കാരണം അവർ ചെറുകിട സംരംഭങ്ങൾ നടത്തി ജീവിതത്തിന് മാർഗം കണ്ടെത്തുന്നവരാണ്. പക്ഷേ അത് കൊടുക്കുമ്പം അവർക്ക് പറഞ്ഞിട്ടുള്ള നിബന്ധനകൾ അവർ പാലിക്കണം. ബഹുമാനപ്പെട്ട ടീച്ചറോട് ഒരു ചോദ്യമല്ല, ഒരു സജഷനാണ് പറയാനുള്ളത്. നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റൽസിൽ നിന്നാണ് എല്ലാ നല്ല ഡോക്ടർമാരും ഉണ്ടാവുന്നത്. കുറച്ച് കഴിയുമ്പോൾ ഒരു ഭാഗം മെച്ചപ്പെട്ട പ്രവർത്തന മേഖല തേടിപ്പോന്നു. ഇത് ഒഴിവാക്കാൻ നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റൽസിലും മെഡിക്കൽ കോളേജിലും നിലവാരം ഉയർത്തുന്നതിന് ചെറിയ ചില മാറ്റങ്ങൾ വരുത്തിയാൽ മതിയാവും. ഒന്ന്, നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റൽസിലും മെഡിക്കൽ കോളേജിലും ക്ലെൻലിനെസ്സിന്
നല്ല പ്രാധാന്യം നൽകണം. അവിടെ ഒരു പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ കൊണ്ടുവരണം. എക്സിക്യൂട്ടീവ്സിനും ഇൻഷുറൻസ് ഉള്ള പേഷ്യൻസിനും പ്രത്യേക അറേഞ്ച്മെൻറ്റ്സും പ്രത്യേക റിസപ്ഷനും ഈ അറേഞ്ച്മെൻറ്റ്സിന് ഉയർന്ന ഫീസും ഈടാക്കണം. ടീച്ചർ നേരത്തെ പറഞ്ഞ പോലെ വരുമാന കുറവും ഫണ്ടില്ലായ്മയെല്ലാം പറഞ്ഞ് അതിനൊരു പരിഹാരമാവും. ഈ ഇൻകം അവിടെ വരുന്ന സാധാരണക്കാരുടെ ക്ഷേമത്തിനും അതേ നിലവാരത്തിലുള്ള ഫെസിലിറ്റി അവർക്കും പ്രത്യേകം കൊടുക്കുവാൻ പറ്റും. ഇങ്ങനെ ഒരു പുതിയ ചിന്തയിലൂടെ വർക്കൗട്ട് ചെയ്താൽ നല്ലതുപോലെ നിലവാരം ഉയർത്താനും കഴിയില്ലേ? ഇതിൽ പലതും നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. PPP എന്നെടുക്കേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഗവൺമെൻറ് സംവിധാനത്തിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ സന്നദ്ധരായിട്ടുള്ള ആളുകളുടെ സഹായം ഈ മേഖലകളിൽ സാമ്പത്തികമായും മറ്റു രീതിയിൽ സ്വീകരിക്കാൻ സാധിക്കും. ടീച്ചറെ അത് എത്ര പറഞ്ഞാൽ ഈ ഇപ്പം തന്നെ പല മിനിസ്റ്റേഴ്സും എല്ലാം മെഡിക്കൽ കോളേജിലേക്ക് ബാത്റൂമൊക്കെ സന്ദർശിക്കുക. അവർ ചെല്ലുന്ന ഒരാഴ്ച റെഡി ആയിരിക്കും, അത് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും പഴയ സിറ്റുവേഷൻ. കാഴ്ചപ്പാടിൽ നല്ല മാറ്റം ഉണ്ടാകണമെന്ന് പറയാൻ കാരണം അതാണ്. PPP ഞാൻ പൂർണ്ണമായിട്ട് നിഷേധിക്കുകയല്ല, പക്ഷേ അത് അവസാനം ചെന്നെത്തുന്നത് ഒരു സ്ക്രീനിങ് ഉണ്ടാക്കി അത് സബ്സിഡി അനുഭവിക്കേണ്ട കുറച്ച് പേർക്ക് മാത്രം സൗജന്യ ചികിത്സ ഉറപ്പുവരുത്തുക, ബാക്കിയുള്ളവരിൽ നിന്ന് ഫീസ് ഈടാക്കുക എന്നതിലേക്ക് ക്രമേണ ചെന്ന് ചേരാൻ സാധ്യതയുണ്ട്. ഞാൻ ചില മേഖലകളിൽ PPP നമ്മൾ സ്വീകരിക്കുന്നുണ്ട്, അതിനൊന്നും നിഷേധിച്ചുകൊണ്ടല്ല പറഞ്ഞത്. പക്ഷേ ഒരു ബൃഹത്തായിട്ടുള്ള പൊതുമേഖല ശൃംഖല ആരോഗ്യ മേഖലയിൽ നിലനിൽക്കണമെന്നുള്ളത് അത്യാവശ്യമാണ്. ഞാൻ ജനറൽ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്തെ ഒരു ജില്ലയിലെ എല്ലാം മനോഹരമായിരിക്കുന്നു, വാർഡുകൾ മനോഹരം, എല്ലാം മനോഹരം. കണ്ടു കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഒരു പത്രക്കാരൻ എന്നോട് പറഞ്ഞു, ഇവിടുത്തെ ബാത്റൂം ഒന്ന് നോക്കിയിട്ട് പോയാൽ തിരക്കിടില്ല. ഞാൻ ആ ബാത്റൂമിലേക്ക് കയറി ചെന്നപ്പോൾ അന്തിച്ചു പോയി. നല്ല മനോഹരമായിട്ടുള്ള സാരിയും ബ്ലൗസും ഒക്കെ ഇട്ടിരിക്കുന്നു. അപ്പോൾ വേറെ നല്ല ശുചിത്വമൊന്നും ഇല്ലാതെ പുറം മാത്രം മൂടി പിടിപ്പിച്ചിട്ട് എന്താ കാര്യം? അവിടെ ചെന്ന് നോക്കുമ്പം പൊട്ടി പൊളിഞ്ഞു കിടക്കുന്നു. ഇതിൻ്റെ ക്ലോസറ്റിലൊക്കെ പാഡും കുപ്പിയൊക്കെ പൊട്ടിച്ചിട്ടേക്കുന്നു. അപ്പോൾ എന്താ ഇങ്ങനെ ചോദിച്ചപ്പോൾ പറഞ്ഞു, എന്ത് പറഞ്ഞാലും അനുസരിക്കില്ല ആളുകൾ, ഇതിനകത്ത് ഇതൊക്കെ നിക്ഷേപിക്കുകയാണ്. ബാത്റൂമിൽ ശരിക്കും കൂത്താടി നിരക്കുകയാണ് വെള്ളം കെട്ടി നിന്നിട്ട്. അപ്പോൾ കാലിനൊക്കെ പുണ്ണ് പിടിച്ച ഒരു പേഷ്യൻ്റ് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ പുണ്ണ് തേച്ച് കഴുകുന്നത് ഈ മുറ്റത്തെ കല്ലിൻ്റെ മേലെ വെച്ചാൽ ബാത്റൂമിൽ കയറാൻ വയ്യ. നല്ല HDCക്ക് നല്ല ഫണ്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തേ ബാത്റൂം വൃത്തിയാക്കിയാൽ? അപ്പോൾ നമ്മൾ ആദ്യം എവിടെ ചെന്നാലും ബാത്റൂമിൽ നോക്കുമല്ലോ അത്. അപ്പോൾ പറഞ്ഞു, തരാം കുഴപ്പമൊന്നുമില്ല, പൈസ വേണോ? ഞങ്ങൾ ഗവൺമെൻറ് തരാം. വേണ്ട, ഞങ്ങൾ ഒരാഴ്ച കൊണ്ട് ശരിയാക്കാം. ഒരാഴ്ച കൊണ്ട് ഭംഗിയായിട്ട് ബാത്റൂം വൃത്തിയാക്കി. അപ്പോൾ ഇത് നമുക്ക് അപ്പോൾ പേഷ്യൻസ് ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യണം, പേഷ്യൻസിനെ പറഞ്ഞു കൊടുക്കാൻ നിരവധി ആളുകൾ വേണം. ഇവിടെ ഒരു ഇൻസിനറേറ്റർ വെക്കണം, ഒരു പാഡ് അലമാര വെക്കണം, സ്ത്രീകൾക്ക് പിന്നെ ഇൻസിനറേറ്റർ വെക്കണം. ഇടയ്ക്കേ പറയും, പേഷ്യൻസ് മാറി മാറി വരും, എല്ലാവരും സ്ഥിരതാമസക്കാരും. ഒരു ദിവസം പറഞ്ഞാൽ പോരാ, പക്ഷേ ഇടയ്ക്കിടെ പറയണം ഈ ക്ലോസറ്റിൽ ഇടരുത്. എത്ര പറഞ്ഞാലും ചിലപ്പോൾ ഇടും, പക്ഷെ പിന്നാലെ നടന്ന ശീലം ഉണ്ടാകുന്നതുവരെ പറഞ്ഞ് ഇൻസിനറേറ്റർ ഉപയോഗിക്കാം എന്ന് ഈ സാധാരണക്കാരിയെ പഠിപ്പിച്ചാൽ അവസാനം ആ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും. നമ്മൾ അവസാനം വരെ പോകുന്നില്ല. ഒരു തവണ ഒരു കടലാസിൽ എഴുതി വെക്കും, ഈ ക്ലോസറ്റിൽ ഒന്നും നിക്ഷേപിക്കാൻ പാടില്ല, വായിച്ചാൾ വായിച്ച് വായിക്കാതെ. ഇതിനെ പിന്നാലെ പോയി ഇത് നടപ്പിലാകുന്നത് വരെ പിന്തുടരുന്ന ഒരു സ്വഭാവം ഉണ്ടാക്കിയെടുത്താൽ ക്ലീൻലിനെസ് ഉണ്ടാവും. അപ്പം ഞാൻ പറയുന്നത് നമ്മുടെ ഈ നിലവിലുള്ള സംവിധാനം തന്നെ ശക്തമായിട്ടൊരു ചിട്ട ഉണ്ടാക്കിയെടുത്താൽ കുറേ പരിഹരിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. വളരെ ചുരുക്കത്തിൽ പ്രധാനപ്പെട്ട ഒരു 4 കാര്യം ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. എൻ്റെ മുമ്പിൽ വന്ന ചില കാര്യങ്ങളാണ്. അതായത് ഈ ഓർഫണേജിൽ, പെൺകുട്ടികൾ ഉള്ള ഓർഫണേജിൽ 18 വയസ്സ് കഴിയുമ്പോൾ അവരെ വിവാഹം കഴിപ്പിച്ച് അയക്കുന്നുണ്ട്. ഈ വിവാഹം കഴിപ്പിച്ച് അയച്ചതോടുകൂടി പിന്നെ അവരെന്താവുന്നു, അവരെങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതൊരു ശ്രദ്ധയിൽ ആരും ശ്രദ്ധിക്കുന്നില്ല. പലപ്പോഴും ഇടയ്ക്കൊരു ഓർഫണേജിൽ വിവാഹ ചടങ്ങിന് പോയി തിരിച്ച് പുറത്തേക്ക് വന്നപ്പോൾ പുറത്ത് നിന്ന് ഒരാൾ പറഞ്ഞു, ഇപ്പം ആ പെൺകുട്ടിയെ കല്യാണം കഴിച്ചത് ഒരു പെൺവാണിഭത്തിൽപ്പെട്ട ഒരാളാണ്, മാഡം കൂടെ നിന്നാണ് ഇത് നടത്തിയിരിക്കുന്നത്, നാളെ ഈ കുട്ടി ചെന്ന് പെടുന്നത് എവിടെയായിരിക്കും. അപ്പം ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽ വരുന്നില്ല. പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് ഈ കിട്ടുന്ന സ്വർണവും പൈസയും കിട്ടിക്കഴിഞ്ഞാൽ ആ കുട്ടിയെ 1 വർഷത്തിനകത്ത് ഒരു കുഞ്ഞിനെ ആക്കി ഉപേക്ഷിക്കപ്പെടുന്നു. അതൊരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ആൺകുട്ടികളുടെ ഓർഫണേജുകളിൽ ഈ ആൺകുട്ടികളെ 18 വയസ്സ് കഴിയുമ്പോൾ പുറത്തേക്ക് ഇറക്കി വിട്ടാൽ ഇവർ ക്രിമിനൽസ് ആവുകയാണ് ചെയ്യുന്നത്. കാരണം ഇവരെ പുറം ലോകം അംഗീകരിക്കുന്നില്ല, പുറത്ത് ഇവർക്ക് ഒരു ജോലി കൊടുക്കുന്നില്ല ആരും. കാരണം ഇവൻ അനാഥാശ്രമത്തിൽ നിന്ന് വന്നവൻ എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട്. അപ്പോൾ വേറെ നിവൃത്തിയില്ലാതെ ഈ കുട്ടി എന്ത് വേണ്ടാത്ത പണിയും
അവൻ ചെയ്യാൻ. ചിലപ്പോൾ അവൻ സെക്സ് വർക്കറാവാം, ചിലപ്പോൾ അവൻ മദ്യമോ മയക്കുമരുന്നോ വിൽക്കുന്നവനാവാം, അതിൻ്റെ ഒരു സങ്കേതത്തിൽ ചെന്ന് പെടാൻ സാധ്യതയുണ്ട്. മറ്റൊരു വിഭാഗം ഈ ജുവൈനൽ ഹോമിൽ നിന്ന് ശിക്ഷ കഴിഞ്ഞ് പുറത്തു വരുന്ന കുട്ടികൾ, ചെറിയ ചെറിയ കേസുകളിൽപ്പെട്ട കുട്ടികൾ പുറത്തു വന്ന് ഞാൻ വിക്ടിംസിനെ മുൻപിൽ കൊണ്ടുവന്ന് നിർത്തിത്തരാം, അവർ ഹോമോസെക്ഷൽസ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു വലിയൊരു സാമൂഹിക വിപത്തായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അവസാനം പറയാനുള്ളൊരു കാര്യം, നമ്മൾ ഇന്നിപ്പോൾ കേരളത്തിൽ, പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത്, മറ്റ് ജില്ലകളിലുണ്ടോ എന്നെനിക്കറിയില്ല, ഏറ്റവും അധികം അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന മാനസിക രോഗികൾ. ഇവരെങ്ങനെയാണ് ഇവിടെ വന്ന് പെടുന്നത്, എന്തുകൊണ്ടാണ് കറക്റ്റായിട്ട് ഇവിടെ വരുന്നത് എന്നറിയില്ല. തെരുവോരങ്ങളിൽ അവർ വല്ലാതെ പകർച്ചവ്യാധികളും അതുപോലെ തന്നെ വല്ലാതെ വയലൻ്റ് ആവുകയും ജനങ്ങൾക്കൊരു പൊതു ശല്യമാവുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ ഒരു സാധാരണക്കാരന് ഇങ്ങനെ ചില ആളുകളെ കണ്ടാൽ ആ ആളുകളെ ആരെ വിളിച്ചാണ് ഇവരെ ഒന്ന് ഇവിടെ നിന്ന് കൊണ്ടുപോകൂ എന്ന് പറയാൻ വ്യക്തമായ ഒരു സമൂഹത്തിന് ഒരു നിർദ്ദേശം കൊടുക്കുന്നത് നല്ലതായിരിക്കും. LDF മാനിഫെസ്റ്റോവിൽ തെരുവിൽ ഉള്ളവരെ പുനരധിവസിപ്പിക്കുക എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ആ കൂട്ടത്തിൽ തന്നെ ഇങ്ങനെ തെരുവിൽ ഒറ്റപ്പെട്ട് വരുന്നവരെ രണ്ട് കാര്യത്തിനും, ഒന്ന് അവരുടെ സുരക്ഷിതത്വത്തിനും സമൂഹത്തിൻ്റെ സുരക്ഷിതത്വത്തിനും വേണ്ടി മാറ്റുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ്. എന്തായാലും അതിനൊരു നിർദ്ദേശം ആഭ്യന്തര വകുപ്പുമായിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് കൂടി സംസാരിച്ചുകൊണ്ട് നമുക്ക് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് കുറച്ച് കൂടുതലാണ്, ഇടയ്ക്കൊന്ന് കുറഞ്ഞിരുന്നു, ഇപ്പോൾ കുറച്ച് കൂടുതലാണ്. റെയിൽവേ സ്റ്റേഷനിലൊക്കെ സാധാരണയായിട്ട് ഇങ്ങനെ കാണുന്നുണ്ട്. അവരെ ആകെ മാറ്റുക, സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് എന്നുള്ളത് ഗവൺമെൻറ് അങ്ങനെ ഒരു നടപടി സ്വീകരിക്കണം. രണ്ടാമത്തെ കാര്യം, ഈ അഗതി മന്ദിരങ്ങൾ അവിടെയൊക്കെ വന്നിട്ടുള്ളവർ പ്രായപൂർത്തിയായ പിന്നെ അവിടെ താമസിപ്പിക്കൽ, അവരെങ്ങോട്ട് പോകുന്നു, അതും നമ്മുടെ മാനിഫെസ്റ്റോ ഉണ്ടാക്കുമ്പോൾ ചർച്ചയ്ക്ക് വിധേയമായിട്ടുള്ള വിഷയമാണ്. അത് നമ്മൾ പരിശോധിക്കണം. അവരുടെ പുനരധിവാസം, എല്ലാവരുടെയും പുനരധിവാസം ഒരു പ്രശ്നമാണ്. എയ്ഡ്സ് രോഗികളെ പുനരധിവസിപ്പിക്കണം. അതുപോലെ തന്നെ പ്രോസ്റ്റിറ്റ്യൂഷൻ നടത്തുന്ന ആളുകൾ, അവർ പിടിക്കപ്പെട്ടാൽ അവരെ അതിൽ നിന്ന് മോചിപ്പിച്ച് പുനരധിവസിപ്പിക്കണം. ഒരു ഹ്യൂജ് ടാസ്ക്കാണ്. എന്നാലും നമ്മൾ അതിനെ നമുക്ക് നേരിട്ടേ മതിയാവുകയുള്ളൂ. അപ്പം ഇവരെ അങ്ങോട്ട് വിടണം. അതിന് ഏതെങ്കിലും തൊഴിലധിഷ്ഠിത കോഴ്സുകളോ മറ്റോ അത്തരം കാര്യങ്ങളെല്ലാം അവരെ ആ മേഖലയിലേക്ക് വരുത്തുന്നതിനും അവർക്കൊരു ജോലി കിട്ടിയെന്ന് ഉറപ്പുവരുത്താൻ, തൊഴിലില്ലായ്മ വാവൊളിച്ച് നിൽക്കുന്ന ഒരു സമൂഹത്തിൽ എത്രമാത്രം തൊഴിൽ കൊടുക്കാൻ കഴിയും. പക്ഷേ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു തീരുമാനം നമ്മൾ എടുത്താൽ സ്വകാര്യമായിട്ടുള്ള മേഖലകൾ തന്നെ കുറേയുണ്ട്, അവിടെയെല്ലാം നമുക്ക് ഉൾക്കൊള്ളിക്കാൻ സാധിക്കുമായിരിക്കും. ഏതായാലും ഓർഫനേജുകളിൽ നിന്ന് പുറത്തിറങ്ങുന്നവരുടെ പുനരധിവാസം അതൊരു അജണ്ടയായിട്ട് നമ്മൾ എടുക്കേണ്ട വിഷയമാണ്. നമുക്കത് ആ രീതിയിൽ കൈകാര്യം ചെയ്യാം. മൂന്നാമത് ഭാഗ്യലക്ഷ്മി പറഞ്ഞിട്ടുള്ള കാര്യം, ഈ കുട്ടികൾ ജുവനൈൽ ഹോമിൽ നിന്നൊക്കെ പുറത്തു വരുന്നത് എങ്ങനെ അവർ ക്രിമിനലാകാതിരിക്കും? നമ്മുടെ ജുവനൈൽ ഹോമുകളൊക്കെ ഒരു നരകമാണ് യഥാർത്ഥത്തിൽ. അതിനെ എങ്ങനെയാണ് മെച്ചപ്പെടുത്തേണ്ടത് എന്നുള്ള ഒരു വല്ലാത്ത ഉത്കണ്ഠ എൻ്റെ മനസ്സിലുണ്ട്. എന്തെങ്കിലും ഒരു ശ്രമം നടത്തണം. അപ്പോൾ ഞാൻ നേരത്തെ അസംബ്ലിയിൽ MLA ആയിരിക്കുന്ന സമയത്ത് വിമൻ ആൻഡ് ചിൽഡ്രൻ കമ്മിറ്റിയുടെ ചെയർപേഴ്സണായിട്ട് പ്രവർത്തിച്ചിരുന്നു. അന്ന് കാസർഗോഡ് പരവനടുക്കത്തുള്ള ജുവനൈൽ ഹോമിൽ അവിടെ ഒരു പ്രശ്നമുണ്ടോ, ഇത് ഒബ്സർവേഷൻ ഹോമാണ് കുട്ടികളെ പാർപ്പിക്കുന്നത്. അവിടെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞിട്ട് ചെന്ന് കുട്ടികളോട് തെളിവെടുപ്പ് നടത്തി നോക്കുമ്പം ഇതുപോലൊരു സദസ്സിൻ്റെ മുമ്പ് പറയാൻ കഴിയാത്ത ഭീകരതയാണ് അവിടെ ഉണ്ടായത്. ആ കുഞ്ഞുങ്ങളെ സെക്ഷൽ പെർവേർഷന് വിധേയമാക്കിക്കൊണ്ട് എനിക്ക് പറയാൻ മടിയുണ്ട്. അവിടുത്തെ ജീവനക്കാരി ഒരു സ്ത്രീ അടക്കം അതിന് കൂട്ടുനിന്നു എന്നുള്ളതാണ്. അവരെ സസ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്യും. സസ്പെൻഷനൊന്നും ഒരു ശിക്ഷയല്ല, പക്ഷെ നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ശിക്ഷ അത്തരത്തിലായിട്ട് മാറുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇതൊക്കെ ഒന്ന് സന്ദർശിക്കണം എന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. ചെന്ന് നോക്കിയത് കൊണ്ട് മാത്രം മാറ്റം ഉണ്ടാവില്ല, പക്ഷേ ചെന്ന് നോക്കി ഒരു ഇടപെടൽ നടത്തുന്നുവെന്ന് നമുക്ക് ഈ സമൂഹത്തിനൊരു മെസ്സേജ് കൊടുക്കേണ്ടതായിട്ടുണ്ട് അവർക്കും എന്നുള്ളത് തോന്നുന്നതാണ്. അപ്പോൾ തുടക്കത്തിൽ 1 മാസം ആകുമ്പം പനിയുടെയും ഡെങ്കിപ്പനിയുടെയും ഡിഫ്തീരിയുടെയും പുറകെ പോകേണ്ടതായിട്ട് വന്നു എന്നുള്ളത് കൊണ്ട് അത്രത്തോളം പോകാൻ കഴിയില്ല. എന്തായാലും ഇത്തരം സ്ഥാപനങ്ങൾ സന്ദർശിക്കുകയും അവിടുത്തെ ജനകീയ സമിതിയുണ്ട്, ഒരു അഡ്വൈസറി കമ്മിറ്റി ഉണ്ട്, അല്ലല്ലോ സാർ, അതിൻ്റെ മേലെയുണ്ട് ഒരു ജനകീയ ഓഡിറ്റോ മോണിറ്ററിങ്ങോ ഒക്കെ നടത്താൻ പറ്റിയ ഒരു സമിതി അവിടെയുണ്ട്. ആ സമിതിയെ ശക്തമാക്കിക്കൊണ്ട് നിരന്തരമായ ഇടപെടൽ തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ കൂടി മേൽക്കൈയോടുകൂടി ഇത്തരം സ്ഥാപനങ്ങളിൽ ഉണ്ടാവണം. കുട്ടികളെ തിരുത്തുന്നതിനും കുട്ടികളെ കറക്റ്റ് ചെയ്യുന്നതിനുമാണ് അവിടെ താമസിപ്പിക്കുന്നത്. പക്ഷേ കുട്ടികളെ ക്രിമിനലുകളാക്കിയിട്ട് പുറത്തേക്ക് പറഞ്ഞേക്കുകയാണ്. അപ്പോൾ നമുക്കൊരു ശ്രമം നടത്താം, ഇത്തരം സ്ഥാപനങ്ങളൊരു ശ്രമം നടത്താം. ഇടതുമുന്നണിയുടെ പ്രകടന പത്രികയിലും അതുപോലെ തന്നെ ടീച്ചർ അടുത്ത കാലത്ത് നടത്തിയ പ്രസംഗത്തിലുമൊക്കെ ഊന്നിപ്പറഞ്ഞിട്ടുള്ളൊരു കാര്യം, രോഗപ്രതിരോധവും രോഗചികിത്സയും സാന്ത്വന പരിചരണവും പുനരധിവാസവും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു സമീപനമാണ് ഗവൺമെൻറ് സ്വീകരിക്കുക എന്നുള്ളതാണ്. അതിൽ രോഗപ്രതിരോധത്തിന് ഊന്നൽ കൊടുക്കേണ്ടതായിട്ടുണ്ട്. വളരെ രോഗഗ്രസ്തമായ ഒരു സമൂഹമായിട്ട് കേരളം മാറിയിട്ടുണ്ട്. രോഗാതുരത വർദ്ധിച്ചു വരിക.
രണ്ട് തരത്തിലുള്ള രോഗാതുരതയാണ്. ഒന്ന് പകർച്ചവ്യാധികളും മറ്റൊന്ന് ജീവിത രീതി രോഗങ്ങൾ. അതിവിടെ പറഞ്ഞു കഴിഞ്ഞു. പകർച്ചവ്യാധിയുടെ കാര്യത്തിൽ ആവർത്തിച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമ്മുടെ സമ്പൂർണ്ണ സാക്ഷരതാ യജ്ഞത്തിൻ്റെ മാതൃകയിൽ ഒരു വലിയ ജനപങ്കാളിത്തത്തോടു കൂടി ഈ പകർച്ചവ്യാധികളെ അല്ലെങ്കിൽ മാലിന്യ നിർമ്മാർജ്ജനത്തിനും കൊതുക് നശീകരണത്തിനും വേണ്ടിയിട്ടുള്ള വലിയൊരു സംരംഭം നമ്മൾ ആരംഭിക്കേണ്ടതുണ്ട്. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മാലിന്യത്തിൻ്റെയും കൊതുകിൻ്റെയും ഒക്കെ ഫലമായിട്ടുണ്ടാകുന്ന രോഗങ്ങൾ ചികിത്സിക്കേണ്ടി വരുന്ന ആരോഗ്യവകുപ്പായതുകൊണ്ട് ഇത് പൂർണ്ണമായ ആരോഗ്യവകുപ്പിൻ്റെ ചുമതലയാണെന്നൊരു തെറ്റിദ്ധാരണയും വന്നിട്ടുണ്ട്. സത്യത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും മറ്റുമൊക്കെ ധാരാളം പങ്ക് ഇതിനകത്ത് വഹിക്കാറുണ്ട്. അവസാനമായിട്ട് തീരെ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന കാര്യം ടീച്ചറുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്താം. കാരണം പൊതുവേ ചികിത്സിക്കുന്ന ഡോക്ടർമാർക്കാണ് ഏറ്റവും നമ്മളെല്ലാം ശ്രദ്ധിക്കുന്നത്. ഇപ്പോൾ കാർഡിയോതൊറാസിക് സർജനാകാം, കാർഡിയോളജിസ്റ്റ് ആകാം, ഞാൻ തന്നെ ഒരു ന്യൂറോ സർജനാണ്. പക്ഷേ കേരളത്തിൽ ഇന്ന് ഏറ്റവും അധികം ആവശ്യം പൊതുജനാരോഗ്യ ഇടപെടലാണ്, പബ്ലിക് ഹെൽത്ത് ഇൻ്റർവെൻഷനാണ്. കേരളത്തിന് പബ്ലിക് ഹെൽത്ത് എക്സ്പെർട്ടൈസ് എന്ന് പറയുന്നത് വലിയൊരു ആസ്തിയാണ്. കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും നമുക്ക് അതിൽ ഏറ്റവും ഉയർന്ന ഡിഗ്രി എടുത്തിട്ടുള്ള ആളുകൾ കമ്മ്യൂണിറ്റി മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട്. സാമൂഹ്യാരോഗ്യ വിഭാഗം എല്ലാ മെഡിക്കൽ കോളേജിലുണ്ട്, ഇപ്പോഴത്തെ പ്രൈവറ്റ് ഹോസ്പിറ്റലടക്കം. പക്ഷേ അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടെന്ന് പോലും നമുക്ക് അറിഞ്ഞുകൂടാ. പണ്ട് ഹെൽത്ത് സർവീസസിലെ പബ്ലിക് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഉണ്ടായിരുന്നു, പിന്നീട് നിന്നുപോയി. അതുകൊണ്ട് ഇവരുടെ എല്ലാവരും യോഗം ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി വിളിച്ചു കൂട്ടണമെന്ന് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. സാറ് പറഞ്ഞതിന് ഉപോത്ബലകമായിട്ട് ആക്ച്വലി നമ്മളിപ്പോൾ ആരോഗ്യ വകുപ്പ് ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസിൽ പ്രധാനമായും ചികിത്സയ്ക്ക് ഊന്നൽ നൽകുമ്പോൾ മുമ്പുണ്ടായിരുന്ന സാർ സൂചിപ്പിച്ച മാതിരിയുള്ള PHED പബ്ലിക് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് പോലെ നമുക്കൊരു പബ്ലിക് ഹെൽത്ത് കേഡർ കൊണ്ടുവരികയും ആ പബ്ലിക് ഹെൽത്ത് കേഡറിൻ്റെ കീഴിൽ പൊതുജനാരോഗ്യം വേണ്ടുന്ന രീതിയിൽ വിവക്ഷിക്കുകയും ചെയ്യേണ്ട ഒരു സമയമായിരിക്കും. നമ്മുടെ പഞ്ചായത്തുകൾക്കെല്ലാം ഹെൽത്ത് പ്രോജക്റ്റ് തയ്യാറാക്കണം. ഈ കമ്മ്യൂണിറ്റി മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിനെയും കൂടെ അതിനകത്ത് അവരെ കൺസൾട്ട് ചെയ്ത് നോക്കണം. കാരണം എല്ലാ ഇപ്പോൾ ജില്ലകളിലും മെഡിക്കൽ കോളേജ് പ്രൈവറ്റെങ്കിലും ഉണ്ടല്ലോ. അപ്പോൾ അവിടുത്തെ കമ്മ്യൂണിറ്റി മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹായത്തോടു കൂടി വേണം നമ്മുടെ പഞ്ചായത്തുകൾ ഹെൽത്ത് പ്രോജക്റ്റ് തയ്യാറാക്കാൻ. ആ ഒരു ആസ്തി ഒന്ന് പ്രയോജനപ്പെടുത്തും. ഡോക്ടർ ഇതിൻ്റെ കാതലായിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഡോക്ടറും കൂടി സഹായത്തോടെയാണ് ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ആസൂത്രണം ചെയ്യുക. ഒരു നല്ല ടീം ഇപ്പം ഉണ്ട് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ ടീമിനെ ഏകോപിപ്പിച്ചിട്ടില്ല, നല്ല ടീമുണ്ട്. ഇപ്പം ഡോക്ടർ ഞങ്ങളിപ്പം ഈ ആരോഗ്യ നയം രൂപീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കമ്മ്യൂണിറ്റി മെഡിസിൻ്റെ അതിന് കഴിവുള്ള ആളുകളെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കമ്മിറ്റിയാണിപ്പം അതിൽ പ്രധാന പങ്കാളിത്തം. സെക്രട്ടറി തന്നെ ഒരു പബ്ലിക് ഹെൽത്ത് അല്ല ഞാൻ അതെ അതെ ഇപ്പോൾ പോളിസി മേക്കിങ്ങിലും ഡോക്ടർ ഇക്ബാൽ അതിൻ്റെ പ്രധാന സ്ഥാനത്ത് വരികയാണ്. അപ്പോൾ ഇവരെല്ലാം ചേർന്ന് എല്ലാ വിഭാഗത്തിലുള്ള ആരോഗ്യ മേഖലയിലെ എല്ലാ വിഭാഗവും കൈകാര്യം ചെയ്യുന്ന ഡോക്ടർമാരുടെയും അതുപോലെ മറ്റ് ശാസ്ത്രജ്ഞന്മാരുടെയും എല്ലാം ഒരു ടീമായിട്ട് ഞങ്ങൾ അത് ഇറങ്ങാനാണ് ആലോചിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഡോക്ടർ ഇപ്പോൾ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളെ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. ഇപ്പോൾ ഡോക്ടർ ആദ്യം പറഞ്ഞത് പിന്നെ ഈഡിസ് കൊതുക് ഉണ്ടാവരുത്. ഈഡിസ് കൊതുക് ഉണ്ടായാലേ ഈ പറഞ്ഞ രോഗങ്ങളുണ്ടാകും. കൊതുകിനെ ഇല്ലാതാക്കാൻ മനുഷ്യർ വിചാരിച്ചാൽ സാധിക്കും. എപ്പോഴെങ്കിലും മഴക്കാല പൂർവ്വ ശുചീകരണം അപ്പോൾ ഒരു പേരായിട്ട് വന്നിരിക്കുകയാണ്. മഴക്കാല പൂർവ്വമല്ല ശുചീകരണം നടത്തേണ്ടത്, ത്രൂ ഔട്ടാണ് എപ്പോഴും നടത്തേണ്ടത്. നമുക്ക് പതിഞ്ഞിട്ടുള്ള ഒരു വാക്കാണിത്, മഴക്കാല പൂർവ്വ ശുചീകരണം. നടത്തിയോ ഇല്ലയോ എന്നാ ചോദ്യം. അപ്പോൾ ത്രൂ ഔട്ട് ആൻ ഇയർ എല്ലാ സമയത്തും എവിടെയെങ്കിലും ഒരു ചിരട്ടയിൽ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ അത് കമിഴ്ത്തി വെച്ചിട്ടേ പോകാവൂ എന്നുള്ളൊരു ചിന്ത. ഒരു മിഠായി കവർ പൊളിച്ചാൽ അത് ഡസ്റ്റ്ബിന്നിൽ ഇട്ടിട്ടേ പോകാവൂ എന്നുള്ളൊരു ശീലം അതാണ് കേരളത്തിനില്ലാത്തത്. നമ്മളെല്ലാം ചെയ്ത് ശീലിക്കുന്നതെല്ലാം സാധാരണ ഇപ്പോൾ പറഞ്ഞു വരുന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല, അത് തെരുവിലിട്ടിട്ട് പോവുകയാണ്. അപ്പോൾ ഈ ശീലം മാറ്റിയാൽ കൊതുകിനെ ഇല്ലാതാക്കാൻ സാധിക്കും. അങ്ങനെ ഈഡിസ് ഇല്ലാതാക്കിയാൽ ഡെങ്കിപ്പനി വരില്ല. അപ്പോൾ അതൊരു ശീലമാക്കി ഇനിയുള്ള വർഷങ്ങളിൽ ഈ ശുചീകരണ പ്രക്രിയ തദ്ദേശ സ്വയംഭരണ വകുപ്പും അവരാണ് നേതൃത്വം കൊടുക്കേണ്ടത്, ആരോഗ്യ വകുപ്പിലെ പ്രവർത്തകർ കൂടി. ഇതിലൊക്കെ ഉണ്ട്. HIമാർ എന്ത് ചെയ്യണം, JHIമാർ എന്ത് ചെയ്യണം. HIയും JHIയും ഒക്കെ ഒരു പണി എടുക്കുന്നില്ല എന്ന് ഞാൻ പറയില്ല, പക്ഷേ എടുക്കേണ്ടുന്ന പണി നമ്മൾ അവരോട് സൂചിപ്പിച്ച് കൊടുത്തിട്ടില്ല പൂർണ്ണമായിട്ടും എന്നുള്ളതാണ്. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. എല്ലാവർക്കും ആരോഗ്യ വകുപ്പിലെ എല്ലാവർക്കും. ഞാൻ സമയം കുറച്ചധികം പറഞ്ഞു പോകുന്നത് കൊണ്ട് അത്രത്തോളം പറയുന്നില്ല. പക്ഷേ ശുചീകരണം ഡോക്ടർ വളരെ പ്രധാനപ്പെട്ട മർമ്മമായിട്ടുള്ളൊരു പോയിൻ്റാണ് ഇവിടെ പറഞ്ഞത്. നമ്മുടെ സമൂഹത്തിൽ ഇന്നും അടച്ചുറപ്പില്ലാത്ത വീടുകൾക്കകത്ത് താമസിക്കുന്ന സ്ത്രീകളുണ്ട് എന്നത് ഞെട്ടലോടുകൂടി നമ്മൾ ജിഷയുടെ സംഭവത്തിന് ശേഷം അറിഞ്ഞതാണ്. അപ്പോൾ ഇത്തരം വിഷയങ്ങൾക്കകത്ത് പണ്ടും ടീച്ചർ മന്ത്രിയാവുന്നതിന് മുമ്പും സ്ത്രീകളുടെ പ്രശ്നം എവിടെയുണ്ടെങ്കിലും ആദ്യം ഓടിയെത്തുന്ന ആളാണ്, സംഘടനയുടെയൊക്കെ നേതൃത്വത്തിൽ തന്നെ. അപ്പോൾ ഇത്തരം വിഷയങ്ങൾക്കകത്ത് നമ്മളൊരു അധികാര പദവിയിലൂടെ എത്തിയിരിക്കുന്ന സമയത്ത് ഏത് തരത്തിലാണ് ഇടപെടാൻ കഴിയുന്നത് എന്നത് ഒന്ന് അറിയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ യുവാക്കൾ നേരിടുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ,
പലപ്പോഴും കുട്ടികളുടെയും വൃദ്ധരുടെയും ആരോഗ്യ പ്രശ്നങ്ങൾ ഗൗരവത്തോടു കൂടി ഗവൺമെൻറ്റുകൾ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷെ അതിനിടയിൽ യുവാക്കളൊക്കെ എപ്പോഴും ഫിസിക്കലി ഫിറ്റാണ് എന്നൊരു തോന്നൽ ഉള്ളത് കൊണ്ടായിരിക്കും അവരുടെ പ്രശ്നങ്ങൾ ആരും അധികം ശ്രദ്ധിക്കാറില്ല. പക്ഷേ ഏറ്റവും കൂടെ മാനസിക സംഘർഷം അനുഭവിക്കുന്നവരായി യുവാക്കളും കൗമാരക്കാരും പലപ്പോഴും മാറാറുണ്ട്. ഇത്തരത്തിലുള്ള പുതിയ മേഖലയിലെ ജോലികൾ, അവിടെ ലഭിക്കുന്ന സ്ട്രെസ്സ്, വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന സ്ട്രെസ്സ്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾക്കകത്ത് കൂടി നമ്മൾ ഗൗരവമായി ഇടപെടേണ്ടത് എങ്ങനെയാണ് ടീച്ചർ അതിനെ നോക്കി കാണുന്നത്? മറ്റൊന്ന്, ഈ സ്ത്രീകൾ പലപ്പോഴും അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾ ഇപ്പോൾ തുണിക്കടയിലൊക്കെ ബാത്റൂമിൽ പോകാൻ അനുവദിക്കില്ല, ടോയ്ലറ്റിൽ പോകാൻ അനുവദിക്കില്ല, രാവിലെ മുതൽ വൈകിട്ട് വരെ നിൽക്കണം. ലിഫ്റ്റ് ഉണ്ട്, പക്ഷേ ലിഫ്റ്റ് സ്റ്റാഫിന് ഉപയോഗിക്കാൻ പാടില്ല. എന്നിട്ടും അവർ കസ്റ്റമേഴ്സിനോട് ചിരിച്ചുകൊണ്ട് നിൽക്കേണ്ട അവസ്ഥയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള മേഖലകളിലെ സ്ത്രീകൾ നേരിടുന്ന ഗൗരവകരമായ ആരോഗ്യ പ്രശ്നങ്ങൾ അത് തൊഴിൽ വകുപ്പൊക്കെയായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. പക്ഷേ അവിടെയും ഉണ്ടാകുന്ന ഈ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ അതിനെ നമുക്ക് എങ്ങനെ അഡ്രസ്സ് ചെയ്യാൻ കഴിയും? ഈ അഡോളസെൻ്റ് സ്റ്റേജ്, യൂത്ത്, അതിനെ രണ്ടിനെയും നമ്മൾ മറന്നു പോകരുത്. അഡോളസെൻ്റ് സ്റ്റേജിനെ മാനസികവും ശാരീരികവുമായ ആരോഗ്യ പ്രശ്നങ്ങൾ പിടികൂടുകയാണ്. ആരും ശ്രദ്ധിക്കുന്നില്ല. പെൺകുട്ടികളെ, അഡോളസെൻ്റ് സ്റ്റേജിലുള്ള പെൺകുട്ടികളെ പരിശോധിച്ചപ്പോൾ അനീമിക്കാണ് വളരെ വലിയൊരു വിഭാഗം. അവരെ ആരും ശ്രദ്ധിക്കുന്നില്ല. സ്കൂളിൽ ഫോളിക് ആസിഡൊക്കെ കൊടുക്കുന്നുണ്ട്, പക്ഷേ ആരും അത് കഴിക്കുന്നില്ല. ഭയമാണ്, എന്ത് കിട്ടിയാലും ഭയമാണ്. കാരണം നമ്മൾ മരുന്നിനെക്കുറിച്ചൊരു അവയർനെസ് ഉണ്ട്, വിഷമാണോ വിഴുങ്ങുന്നത്. പക്ഷെ നമ്മൾ ആ കാര്യത്തിലൊരു വിവേചനം ഉണ്ടാക്കി ചില കാര്യങ്ങൾ ചെയ്യണം. ആഹാരശീലങ്ങളും ഒക്കെ അഡോളസെൻ്റ് സ്റ്റേജിൽ കുട്ടികൾക്ക് എന്തൊക്കെ ആഹാരം വേണം, കുറച്ചൊക്കെ ഇപ്പോൾ നമുക്ക് വാങ്ങാനുള്ളൊരു കഴിവ്, എന്നാലും എല്ലാം ഇല്ല. പാൽ എല്ലാ ദിവസവും കഴിക്കണം എന്ന് പറഞ്ഞാൽ അതിനൊന്നും കഴിയാത്ത കുടുംബങ്ങൾ ഇപ്പോഴും നാട്ടിലുണ്ട്. അപ്പോൾ എന്തായാലും ആ മേഖല നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ആ സമയത്തുള്ള ആരോഗ്യവും ചിന്തയുമാണ് ഈ സമൂഹത്തെ മുന്നോട്ട് നടത്തുന്നത്. അഡോളസെൻ്റ് യൂത്ത്, അതിനെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് ചിന്ത പറഞ്ഞത് വളരെ പ്രധാനമാണ്. നമുക്ക് അങ്ങനെ ഒരു കാര്യം പരിശോധിക്കാം എന്നുള്ളതാണ് പറയാനുള്ളത്. മാനസികമായിട്ടുള്ള ആരോഗ്യം ഒരു പ്രശ്നമാണ്. യൂത്തിലാണ് എല്ലാ ഈ മോശമായിട്ടുള്ള കാര്യവും വന്ന് സ്വാധീനിക്കുക. അഡോളസെൻ്റ് സ്റ്റേജിലും ഒരു 15 വയസ്സുള്ള കുട്ടി ആങ്ങളയെ പേടിച്ചിട്ട് വീട്ടിൽ പോകാത്തൊരു പെൺകുട്ടി തലശ്ശേരി ഉണ്ടായി. ഞാൻ പോവില്ല, കാരണം അവൻ എൻ്റെ ആങ്ങളെയല്ല വൈകുന്നേരം വരുമ്പം എന്നാണ്. കുട്ടി വീട് അതിൻ്റെ മൂത്ത കുട്ടി മണ്ണെണ്ണ ഒഴിച്ച് ആത്മഹത്യ ചെയ്തത് ആ കുടുംബത്തിൽ. അപ്പോൾ ആ കേസ് അന്വേഷിച്ച് ഞാൻ ചെന്നപ്പോൾ വളരെ ഭീതിജനകമായിട്ടുള്ള കാര്യമാണ്. വൈകുന്നേരം ആകുമ്പോൾ ഈ കുട്ടിയെ തലശ്ശേരി കടപ്പുറത്ത് കൂട്ടി ഏട്ടന്മാർ കൊണ്ടുപോകും. അവിടുന്ന് ഈ മൊബൈലിലൂടെ വരുന്ന പോർണോ ചിത്രങ്ങളെല്ലാം കാണിക്കും. ഇത്തിരി കവിളിലെന്തോ വെക്കുന്ന കഞ്ചാവോ ചരസോ എന്തോ കൊടുക്കും. ഈ രണ്ടും കൂടി ആകുമ്പോൾ വീട്ടിലെത്തിയാൽ പിന്നെ കുട്ടിയുടെ മനസ്സാകെ വിഭ്രാമകമായിട്ടുള്ള അവസ്ഥയിലാണ്. ആക്രമണ വാസനയാണ്, അത് പേടിച്ചിട്ടാണ്. അതിനെ അറസ്റ്റ് ചെയ്തു, ജയിലിലേക്ക് കൊണ്ടുപോയാൽ നേരത്തെ ഭാഗ്യലക്ഷ്മി പറഞ്ഞ പോലെയാണ്. ഞാൻ കഥ പറഞ്ഞാൽ അതിലേക്ക് സമയം നീണ്ടുപോകുന്നു പറയുന്നില്ല. അപ്പോൾ എത്രത്തോളം ഈ ദൃശ്യ അതുപോലെ തന്നെ മറ്റേ മയക്ക് മരുന്ന് ലോബിയൊക്കെ ഈ മേഖലയെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ആരോഗ്യവകുപ്പ് മാത്രമല്ല, മറ്റു പല വകുപ്പുകളുടെയും മേഖലയിൽ വരുന്നൊരു പ്രശ്നമാണ്. എന്തായാലും നമ്മളത് പരിശോധിക്കണം. ആ മേഖലയിലൊരു പരിശോധന നമുക്ക് നടത്താവുന്നതാണ്. സ്ത്രീകളുടെ കാര്യവും അങ്ങനെ തന്നെയാണ്. തൊഴിലിടങ്ങളിലെ അതും വലിയ പ്രശ്നമാണ്. നമ്മൾ ഇത് ഇത്ര നാൾ സമരം ചെയ്തതാണ്, നിൽപ്പ് സമരമൊക്കെ നടത്തി. മഹിളാ അസോസിയേഷനാണെന്ന് ഞാൻ പറയുന്നില്ല, ചിലയിടത്ത് എല്ലാം നമ്മുടെ അവകാശം മഹിളാ അസോസിയേഷൻ്റെ ഒറ്റയ്ക്കുള്ള ഒരു പരിശ്രമമാണെന്നൊന്നും പറയാൻ സാധിക്കില്ല. ഒരുപാട് മേഖലകളിൽ നിന്ന് ശ്രമം നടക്കുന്നുണ്ട്. അപ്പോൾ അത് തൊഴിൽ വകുപ്പുമായി കൂടി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പം ചിലയിടത്ത് ഇരിക്കാനുള്ളൊരു സൗകര്യമുണ്ട്, എന്നാലും വന്നിട്ടില്ല. ഇരിക്കാൻ വല്ലാണ്ട് ആഗ്രഹിക്കുമ്പോൾ അലമാരയിലെ തുണികൾ വലിച്ച് താഴെ ഇട്ടിട്ട് അതെടുത്ത് വെക്കാൻ കുനിയുന്നത് പോലെ കുനിഞ്ഞിട്ട് കാലിൻ്റെ കഴപ്പ് തീർക്കുന്ന തൊഴിലാളികൾ കേരളത്തിലുണ്ട്, സ്ത്രീ തൊഴിലാളികൾ. അപ്പോൾ അതിനെ തൊഴിൽ വകുപ്പ് കൂട്ടി ആലോചിച്ചുകൊണ്ട് മാനുഷികമായിട്ടുള്ള ചെറിയ കൂലിയൊക്കെ കിട്ടുന്നുള്ളൂ. അവിടെ ഒന്ന് ഇരിക്കാനുള്ളൊരു സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണം. ടോയ്ലറ്റിൻ്റെ കാര്യം വളരെ പ്രധാനപ്പെട്ട. ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ട് പൊതുസ്ഥലങ്ങളിൽ ശുചിത്വമുള്ള ടോയ്ലറ്റുകൾ സ്ഥാപിക്കണം. ടോയ്ലറ്റ് സ്ഥാപിക്കുക മാത്രമല്ല അതിൻ്റെ ഉപയോഗശീലവും ജനങ്ങളെ കർശനമായിട്ടും പരിശീലിക്കുക. ആരാൻ്റെ ടോയ്ലറ്റ് അല്ല ഗവൺമെൻറ്റിൻ്റെ ടോയ്ലറ്റാണ്, വെള്ളം ഒഴിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്ന മനോഭാവത്തിൽ നിൽക്കുമ്പോൾ ടോയ്ലറ്റ് കുറച്ച് നാൾ കഴിയുമ്പോൾ ടോയ്ലറ്റ് ആയിരിക്കില്ല, അതാകെ വൃത്തികേടായിട്ട്. അപ്പോൾ ഈ രണ്ട് ഭാഗത്തു നിന്നുള്ള ശ്രമം അതിൽ നടത്തണം. ആരോഗ്യ വകുപ്പ് കൂടി ശ്രദ്ധിച്ചുകൊണ്ട് ശുചിത്വമുള്ള ടോയ്ലറ്റുകൾ എല്ലായിടത്തും ഉണ്ടാക്കുക. എൻ്റെ ഓഫീസിൽ ഒരനുഭവം, മന്ത്രി ഓഫീസിൽ 3-4 ടോയ്ലറ്റുകളുണ്ട്. സ്റ്റാഫിനെ എല്ലാം ഇരുത്തിയ സമയത്ത് ടോയ്ലറ്റുള്ള റൂമിലെല്ലാം കാലക്കേടിന് പുരുഷന്മാരാണ് കരുതിക്കൂട്ടി ചെയ്തതല്ല വന്നത്. അപ്പോൾ വനിതാ ജീവനക്കാർ 2 പേർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ടോയ്ലറ്റ് പോകാൻ 3ാമത്തെ നില നിന്ന് താഴെ ഇറങ്ങി അവിടെയുള്ള ടോയ്ലറ്റിലാണ് പറഞ്ഞു. ഇവിടെ ഇല്ലേ,
അപ്പോൾ ഇവിടെയുള്ള 3 ടോയ്ലറ്റുകളും പുരുഷന്മാരിരിക്കുന്ന റൂമിലാണ്. അപ്പോൾ ഞാൻ സ്റ്റാഫിനെ വിളിച്ചിട്ട് പറഞ്ഞു, ടോയ്ലറ്റിൽ ഒരു റൂം സ്ത്രീകൾക്ക് കൊടുത്തേ മതിയാവും. അവർക്ക് ഒരു വിഷമം ഉണ്ടായിട്ടില്ല. അവർ പറഞ്ഞു, അയ്യോ അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഇതുവരെ, ഞങ്ങൾക്ക് കൊടുക്കുന്നതിന് വിരോധമില്ല. അവർ ആ ഒരു റൂം സ്ത്രീകൾക്ക് ഇരിക്കാനുള്ള സൗകര്യം ചെയ്തു. അപ്പോൾ നമുക്ക് ചില ചെറിയ ക്രമീകരണത്തിലൂടെ തന്നെ ഈ പ്രശ്നങ്ങൾ കുറേ പരിഹരിക്കാൻ സാധിക്കും എന്നുള്ളതിൻ്റെ തെളിവാണ്. അപ്പോൾ ഈ പറഞ്ഞ തൊഴിലാളികളായിട്ടുള്ള സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ഇത് മാത്രമല്ല, വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ആദ്യമായിട്ട് ടീച്ചറിനോട് പറയാനുള്ളത്, നമ്മുടെ നാട്ടിൻ്റെ സംസ്ഥാനത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കേൾക്കുവാൻ സമയം കണ്ടെത്തിക്കൊണ്ട്, അല്ലെങ്കിൽ അത് ഈ ചെക്കോവിൻ്റെ നോവൽ പോലെ കേൾക്കാനെങ്കിലും നമുക്കൊരാൾ ഉണ്ട് എന്നുള്ളൊരു ബോധ്യം നമുക്കുള്ളതിൽ വളരെയധികം നമ്മൾ സന്തോഷിക്കുന്നു. എനിക്ക് പറയാനുള്ള 2 പ്രധാന കാര്യങ്ങളാണ്. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു, ജില്ലാ ആശുപത്രികളെല്ലാം നമ്മൾ വലിയ സ്പെഷ്യാലിറ്റി സെൻ്ററാക്കി മാറ്റാൻ പോകുന്നു എന്നെല്ലാം. പക്ഷെ നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ഇതിനേക്കാളും സ്പെഷ്യാലിറ്റി സെൻറ്റേഴ്സ് എത്തിക്കുവാനും ബുദ്ധിമുട്ടാണ്. ഉദാഹരണം, ഞാൻ ഒരു ഗ്രാമപ്രദേശത്തു നിന്നാണ്. അപ്പോൾ ആ പ്രദേശത്ത് ഒരു കഴിഞ്ഞ 1 മാസം മുമ്പ് ഒരു 4 വയസ്സുള്ള കുട്ടിക്ക് പാമ്പ് കടിച്ചു. പക്ഷേ ഈ പാമ്പ് കടിച്ച കുട്ടിയെ ആ ഹോസ്പിറ്റലിൽ കണ്ടിട്ട് ഉടനെ അടുത്ത മെഡിക്കൽ കോളേജിലോട്ട് റെഫർ ചെയ്യുകയാണ്. പക്ഷേ അതിനടുത്താണ് ഈ സ്വകാര്യ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉള്ളത്. അവിടെ ഈ ഡോക്ടർ അവൈലബിൾ ആണ്, എമർജൻസി അവൈലബിൾ ആണ്. അപ്പോൾ ഈ കുട്ടി ഇവിടെ നിന്നും അടുത്ത് റെഫർ ചെയ്ത് മെഡിക്കൽ കോളേജിൽ പോകുന്ന മുമ്പേ ആ കുട്ടി മരണപ്പെടുകയുണ്ടായി. അപ്പോൾ ഇതുപോലെ കുറേ ഇൻസിഡൻസുകൾ എല്ലാ ഭാഗത്തും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എമർജൻസിയും എലക്റ്റീവുമായിട്ടുള്ള 2 എമർജൻസി ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെയാണ്, എലക്റ്റീവ് ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെയാണ്. അപ്പോൾ എമർജൻസി ട്രീറ്റ്മെൻറ്റ് അത്യാഹിത വിഭാഗത്തിൽ കേരളത്തിലുള്ള എല്ലാ ആശുപത്രികളും ഗവൺമെൻറ് ആയാലും സ്വകാര്യ ആശുപത്രി ആയാലും ഒരേ രീതിയിൽ തന്നെ അതിന് കാണണം, അല്ലെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുവരണം എന്നുള്ള ഒരു തീരുമാനം എടുക്കണം എന്ന് അപേക്ഷിക്കുന്നു. മെഡിക്കൽ എത്തിക്സ് എന്ന് പറഞ്ഞ ഒന്നുണ്ട്. അത് നമ്മൾ സാധാരണ പ്രയോഗിക്കുന്നത് വിപുലമായ അർത്ഥത്തിലല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുണ്ട്. അത് സാമൂഹ്യ പ്രതിബദ്ധത സ്വകാര്യ ആശുപത്രികൾക്കും അതാണ് വളരെ എസെൻഷ്യലായിട്ടുള്ള, അത്യാവശ്യമായിട്ട് നിർവഹിക്കേണ്ടുന്ന ചില ഉത്തരവാദിത്തങ്ങൾ. എമർജൻസി ആയിട്ട് വരുന്ന ചില കാര്യങ്ങൾ അത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ മാത്രമല്ല, ഒരു സ്വകാര്യ ഹോസ്പിറ്റലിൽ വന്നാൽ അവിടെ പണം നോക്കരുത്. അവിടെ ആ കാര്യങ്ങൾ, പാമ്പ് കടിച്ചിട്ട് വന്നാലെന്ത് പണം നോക്കുന്നു. പക്ഷേ ഇപ്പോഴും ഞങ്ങൾക്ക് അതിനുള്ള ഇതില്ല, നിങ്ങൾ അവിടെ OP ടിക്കറ്റ് എടുക്കണം, അതിന് കാശ് അടക്കണം, അങ്ങനെ ഒരു സമീപനം ഉണ്ടായിക്കൂടാ. വളരെ എമർജൻസി ആയിട്ട് വരുന്നത്, അത്യാവശ്യമായിട്ട് വരുന്ന കാര്യങ്ങൾ, ഇന്ന കാര്യങ്ങൾ നമുക്കറിയാമല്ലോ, അത് അഡ്രസ്സ് ചെയ്യാൻ സ്വകാര്യ ഹോസ്പിറ്റലും തയ്യാറാവണം. നമ്മൾ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ബില്ല് കൊണ്ടുവരാൻ പോവുകയാണ്. ഞങ്ങളതിൻ്റെ അണിയറ പ്രവർത്തനം തുടങ്ങിയിരിക്കുകയാണ്. അത് വന്നാൽ കുറേ സ്ഥാപനങ്ങളുടെ മേൽ നമുക്ക് ഒരു ചെറിയൊരു നിയന്ത്രണം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഗുഡ് ഈവനിങ് മാഡം. എനിക്ക് ഫ്രം യൂണിവേഴ്സിറ്റി സൈഡിൽ നിന്ന് എനിക്ക് പറയാനുള്ളത്, ഈ ഇൻഫെക്ഷൻ ഡിസീസ് ആയാലും ജനറ്റിക് ഡിസോർഡേഴ്സ് ആയാലും അത് കുറച്ചിപ്പോൾ മോഡേൺ ടെക്നോളജീസ് ഉണ്ടല്ലോ, DNA സീക്വൻസിങ്, അങ്ങനത്തെ ടെക്നോളജീസ് ഗവൺമെൻറ് ഹോസ്പിറ്റൽസിലൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്തുവെങ്കിൽ ഇങ്ങനത്തെ ഡെങ്കു പോലത്തെ ഡിസീസൊക്കെ ഇമ്മീഡിയറ്റ് ഒരു 1 അവറിലൊക്കെ അത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. ഫോൾസ് പോസിറ്റീവ്സ്, ഇപ്പോഴത്തെ ടെസ്റ്റിലുള്ള ഫോൾസ് പോസിറ്റീവ്സ് റിമൂവ് ചെയ്യാൻ പറ്റും. പിന്നെ സാർ പറഞ്ഞതുപോലെ ജനറ്റിക് ഡിസോർഡേഴ്സ് ക്യാൻ ബി പ്രിവെൻറ്റഡ്. ഒരു 10th to 16th വീക്ക് ഓഫ് പ്രഗ്നൻസിയിൽ ആ ടെസ്റ്റ് ചെയ്ത് അത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ടെസ്റ്റും ഇല്ല. സോ ഒരു ഡയറക്റ്റായിട്ട് ഒരു DNA ബേസ്ഡ് ടെസ്റ്റ് എമർജൻസിയാണ്. ഇത്തരം ഡിസോർഡേഴ്സ് ഗർഭസ്ഥാവസ്ഥയിൽ തന്നെ പരിശോധിച്ചറിയാൻ കഴിയും എന്നാണ് പറയുന്നത്, അല്ലേ ഡോക്ടർ? അതിനുള്ള സംവിധാനങ്ങളുണ്ട്. പക്ഷേ അതൊന്നും നമ്മൾ പ്രാവർത്തികമാക്കിയിട്ടില്ല. നമുക്ക് ആ വശത്തെക്കുറിച്ച് ആലോചിക്കേണ്ടതുണ്ട്. അതൊരു സെക്കൻഡറി സ്റ്റേജാണ്. പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് നേരെ ആയിട്ട് വേണോ, അതിൻ്റെ കൂടെ വേണോ എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. ചെറിയ ചോദ്യമുണ്ട്. ഫിസിക്കലി ചാലഞ്ച്ഡ് ഇപ്പം KPSC റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട് പോലും അവർക്ക് നിയമനം കൊടുത്തിട്ടില്ല. അപ്പം അവർ കുറേ പേര് ഏതാണ്ട് ആത്മഹത്യയുടെ വക്കിലാണ്. അപ്പം അങ്ങനെ ഒരു സ്റ്റേജിലായിക്കഴിഞ്ഞു. എന്നിട്ടും അത് C1 റൂൾസ് സബ് കമ്മിറ്റിയിൽ എടുക്കാമെന്ന് പറഞ്ഞിട്ട് KPSC മിനിങ്ങാന്നൊരു മീറ്റിംഗ് വെച്ചിട്ടും അതിൽ കൺസിഡർ ചെയ്തില്ല. സുപ്രീം കോർട്ട് ഓർഡർ ഉണ്ട് അവരുടെ റിക്രൂട്ട്മെൻറ്റ് കൺസിഡർ ചെയ്യുന്നു. റാങ്ക് ലിസ്റ്റിൽ ടോപ്പ് ലെവൽസിലുള്ളവർക്ക് പോലും ഇതിൽ ഒരു റൊട്ടേഷൻ 3%, പിന്നെ നേരത്തെ കളക്ട്രേറ്റിലായിരുന്നു, ഇപ്പോൾ PSC മുഖാന്തരം തന്നെ ചെയ്യുകയാണ്. 3% അവർക്ക് സംവരണം കൊടുക്കണം എന്നുള്ളത്. അത് ചിലപ്പോൾ പാലിക്കപ്പെടുന്നില്ല, വലിയ ബാക്ക്ലോഗ് ഉണ്ടാവുകയാണ്. ആ ബാക്ക്ലോഗ് ഇല്ലാതാക്കാൻ ഇപ്പോൾ ഞങ്ങളൊരു ശ്രമം നടത്തുന്നുണ്ട്. മിനിസ്റ്റർ ഓൺ എ മിഷൻ്റെ മറ്റൊരു സമ്പന്നമായ ലക്കം കൂടി ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ മന്ത്രി വളരെയധികം താല്പര്യത്തോടു കൂടി ഒരു ടെലിവിഷൻ പരിപാടിയിൽ ഔപചാരികമായി മറുപടി പറയുന്നത് പോലെയല്ല, വളരെയധികം താല്പര്യത്തോടു കൂടി ഈ പരിപാടിയിൽ
പങ്കെടുത്തു. മന്ത്രിക്ക് ആദ്യം തന്നെ നന്ദി പറയുന്നു. ഒപ്പം തന്നെ ഇവിടെ പങ്കെടുത്ത വിദഗ്ധരും വളരെ കൃത്യമായി തങ്ങളുടെ മേഖലയിൽ നിന്നുള്ള പ്രശ്നങ്ങൾ വളരെ വിദഗ്ധമായി അവതരിപ്പിക്കുകയുണ്ടായി. അവർക്കും നന്ദി പറയുന്നു. നമസ്കാരം.